അടുത്ത ദിവസം മാർച്ചിലേ ഉള്ള ഇടുക്കിയിലേക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ടാം ഭാഗം ദൈവസഭ എടുക്കപ്പെട്ടാൽ. ഇന്നലെ രാത്രി 2 മുന്നറിയിപ്പുകൾ പറഞ്ഞ ഞാൻ ബൈബിൾ തുടങ്ങിയത് കോവിഡിന് ശേഷം. അതുപോലെ ഇന്ന് രാത്രിയും 2 മുന്നറിയിപ്പുകൾ പറഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിലേക്ക്. കോവിഡിൻ്റെ മറവിൽ നിങ്ങൾ പെരിയാറും കുമളിയും ഇവിടെ പീരുമേട് കുട്ടിക്കാനവും വരുന്നപ്പോൾ വൻകിട മാളുകൾ ലോകത്തിൽ തുടങ്ങി. വൻകിട മാളുകൾ റിലയൻസ്, മോർമോർ, ആദിത്യ, പെൻഡലോൺ, വാൾമാർട്ട്. ഇനി നിങ്ങളുടെ കുമളി കാണാൻ പോകുന്ന റിലയൻസിൻ്റെ സ്മാർട്ട് പോയിൻ്റ് കുമളിയിലും വരും. സ്വോത്രം. ഇവിടെ എല്ലാത്തിനെയും മാറ്റിക്കളയും. അങ്ങനെയെങ്കിൽ ഈ മാളിൻ്റെ ഒരു മദർ മാളുണ്ട്. ഇവിടെ വന്ന് മാവേലി, നീതി, സപ്ലൈകോ ഇതെല്ലാം പെരിയാറിലുണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്ത് വള്ളക്കടവ്. അതുപോലെ ഇന്ന് രാത്രി ഡൈമുക്കൽ കൺവെൻഷൻ കൂട്ടങ്ങളിൽ നാം ഇരിക്കുമ്പോൾ இந்த மாளுகளில் பெரிய மாள் எங்கே இருக்குது? இராக்கு பட்டணத்திலே இருக்குது. இராக்கு தலஸ்தானம் வந்து பாக்தாத். அந்த தலஸ்தானத்துக்கு பக்கம் ஒரு பெரிய ஹைவே போகுது. அதுதான் നജഫ് എർബിൽ. അവിടെ 1000 ഏക്കറിനകത്ത് ഒരു മാൾ പണിയുന്നുണ്ട്. പഴയ ബാബേൽ തിരിച്ചു വരുന്നു. 2009 ഇറാഖിലെ പ്രസിഡൻ്റായിരുന്ന നൂറൽ മാലിക്കി ജപ്പാൻ്റെ കയ്യിൽ നിന്ന് $60,000 ബില്യൺ മേടിച്ച് ഒരു മാൾ പണിയുന്നു. ഇന്ന് നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ട്രേഡ് ബാബിലോൺ. ഭൂമിയിലെ വ്യാപാരികൾ മുഴുവൻ വ്യാപാരത്തിന് ഒരു മാളിൽ വരുന്നു. ചിലർ പറയും സൗദിയിൽ നിയോ സിറ്റിയാണ്. സൗദിയൊന്നുമല്ല, ഇറാഖ് തന്നെ വരുന്ന ട്രേഡ് ബാബിലോൺ. വിശുദ്ധ വെളിപ്പാടിൽ ആ ഭാഗം രേഖപ്പെടുത്തി. വെളിപ്പാട് പുസ്തകം 18:11 എഴുതിയിട്ടുണ്ട്. ഭൂമിയിലെ വ്യാപാരികൾ, കേരളത്തിലെയല്ല, തമിഴ്നാട്ടിലെയല്ല, ഭൂമിയിലെ വ്യാപാരികൾ മുഴുവൻ അവിടെ വരും. പൊന്നെ, മൊത്ത, കുന്തിരിക്കം, വെള്ളി, നേരിയ തുണി, ആട്ടിയ മാവ്. അതിൻ്റെ അപ്പുറത്ത് 3 മലയാള ഭാഷ. മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ, ഇത് മാളിനകത്ത് വിൽക്കപ്പെടും. ഇടുക്കിക്കാർ കേൾക്കണം, ഡൈമുക്കാർ കേൾക്കണം. ഇവിടെ പെരിയാറിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു കുഞ്ഞിൻ്റെ തല ചെന്ന് ബൈക്കിൽ നിന്ന് തട്ടിയാൽ അവൻ്റെ തലയിലെ ബ്രെയിൻ ഡെത്തായി, ആൾ മരിക്കും. പക്ഷെ താഴോട്ടുള്ള ഭാഗങ്ങൾ ക്ലിയറാണ്. അവൻ്റെ ഹാർട്ട് ക്ലിയർ, കിഡ്നി ക്ലിയർ, പാൻക്രിയാസ് ക്ലിയർ, സ്പ്ലീൻ ക്ലിയർ. അത് ഇന്നത്തെ സംവിധാനം അനുസരിച്ച് 8 മണിക്കൂർ കൊണ്ട് വേറൊരാളുടെ ശരീരത്തിൽ മാറ്റിവെക്കാം. അത് ഇന്നത്തെ സംവിധാനം, ഐസ് ക്യൂബിൻ്റെ സഹായത്തോടെ. പക്ഷേ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു, ഒരു മനുഷ്യൻ്റെ അവയവം 14 വർഷം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം. 14 വർഷം. അതിൻ്റെ പേര് അനിമാറ്റിക് ഫ്ലൂയിഡ്. ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, സയൻസിൽ വന്നു അനിമാറ്റിക് ഫ്ലൂയിഡ്. ഡൈമുക്കാരോട് പറയാം, പഴയ കാലത്ത് ഈ ഡൈമുക്കിൽ അമ്മച്ചിമാർ, തായ്മാർ എന്ത് ചെയ്യും? മാങ്ങയെല്ലാം പറിച്ചിടും. ചതയാത്ത മാങ്ങയെല്ലാം കഴുകും. എന്നിട്ടൊരു ഭരണിക്കകത്ത് നല്ലതുപോലെ ഇടും. കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. വേണേ 2 കാന്താരി ഇടും. എന്നിട്ട് ആ ഭരണിയുടെ മൂടി അടയ്ക്കും. ആരും ഒരീച്ച പോലും കയറാതെ തുണി കൊണ്ട് കെട്ടിവെക്കും. അമ്മച്ചി അത് കട്ടിലിൻ്റെ കീഴിൽ കൊണ്ടുവെക്കും. 6 മാസത്തേക്ക് തുറക്കത്തില്ല. 6 മാസം കഴിഞ്ഞ് അമ്മച്ചി അത് നമുക്ക് തരുമ്പോൾ നല്ല ഉഷിയാറ് മാങ്ങ പഴങ്ങഞ്ഞിക്ക് ഞെവിടി കഴിക്കാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുപോലെ ഇന്ന് അനിമാറ്റിക് ഫ്ലൂയിഡ് വന്നാൽ 14 വർഷം ഒരു മനുഷ്യൻ്റെ അവയവം സൂക്ഷിച്ചു വെക്കാം. ഇനി അങ്ങനെയെങ്കിൽ പെരിയാർ ആശുപത്രി രക്തത്തിന് പോകണ്ട, മാളിൽ രക്തം കിട്ടും. ക്രോസ് മാച്ച് ചെയ്ത പേപ്പർ മതി. മാളിൽ മനുഷ്യൻ്റെ ഹൃദയം കിട്ടും. മാളിൽ മനുഷ്യൻ്റെ കിഡ്നി കിട്ടും. ഇന്ന് നിങ്ങളുടെ വൻ സൂപ്പർ മാർക്കറ്റുകളിൽ നീതിയുടെ മെഡിക്കൽ സ്റ്റോറും നീതി ലാബും വന്നതുപോലെ അവസാന കാലങ്ങളിൽ മാളിനകത്ത് അവയവങ്ങൾ കിട്ടുന്ന കാലം വരും. അതുകൊണ്ട് ഈ വൻകിട മാർക്കറ്റുകളിൽ ഇന്ന് 2 സ്റ്റോറും വന്നു, ലാബും വന്നു. ഇനി വരാൻ പോകുന്ന അവയവം, പച്ച മനുഷ്യൻ്റെ അവയവ കച്ചവടം നടക്കും. ബൈബിളിനകത്തുണ്ടോ? കോവിഡിൻ്റെ ഇങ്ങനെ ഒരു മാൾ വരും. സിക്രിയ പ്രവചനം 5:11 അവൾക്ക് ഷീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. അത് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്കും. അതിൻ്റെ പേരാ, മൊബൈൽ അടിച്ചാൽ ഇന്ന് രാത്രി കിട്ടും, ട്രേഡ് ബാബിലോൺ. കോവിഡിൻ്റെ മറവിൽ. രണ്ടാമത്തെ സംഭവം, ഡൈമുക്കിൽ നാം ഇരിക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷമായി ഒരു യുദ്ധം മുന്നോട്ട് പോയിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞു. എല്ലാ ദിവസവും പത്രികപ്പെടുത്താൽ അത് താൻ ശരിயான വാർത്ത. റഷ്യ ഉക്രൈൻ, അത് പ്രസംഗിക്കണേ 4 ദിവസം വേണം. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. റഷ്യ ഉക്രൈൻ 2 വർഷമായി. അപ്പോൾ തന്നെ ഇസ്രയേൽ ഹമാസ് പ്രശ്നം.
അപ്പോൾ ഇസ്രയേൽ സിറിയെ ആക്രമിക്കുന്നു. അടുത്തത് ഇസ്രയേൽ ലെബനോനെ ആക്രമിക്കുന്നു. ഇനി പെരിയാറിൽ അണപ്പത് കുഞ്ഞുകൾ പാക്കത് വാർത്തയത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും. ഇസ്രയേൽ അടുത്തത് തുർക്കിയെ ആക്രമിക്കും. ഇന്ന് രാത്രി നമ്മൾ ഇരിപ്പിടങ്ങളിൽ നാം ഇരിക്കുമ്പോൾ അടുത്ത വാർത്ത സൗദി പക്കത്ത് യമൻ, അവരെ ആക്രമിക്കുവാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറെടുക്കുന്നു. അപ്പോൾ ചൈനാവ് യാറെ ആക്രമിക്കുവാൻ, തൈവാനെ ആക്രമിക്കുവാൻ 400 കപ്പൽ റെഡിയായിരിക്കുന്നു. കോവിഡിൻ്റെ മറവിൽ യുദ്ധമുണ്ടാകുമോ? വിശുദ്ധ ബൈബിൾ മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് പെരിയാർ മക്കൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. ഏലത്തോട്ടമൊന്നും എഴുതി വയ്ക്കരുത്, കാപ്പിത്തോട്ടവും എഴുതി വയ്ക്കരുത്. നോക്കി സമ്മാനത്തിയിരിക്കണം കേട്ടോ. അതുകൊണ്ട് ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ. ജാതി ജാതിയോടും. അതാ പ്രിയ മക്കളെ, അരുമயான കുഞ്ഞുങ്ങളെ, ഇന്ന് നാം ഈ കൺവെൻഷൻ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും മണിപ്പൂർ, കുക്കി, മെയ്തൈ, നാഗ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംഫാൽ താഴ്വര മുഴുവൻ കത്തുന്നു. പ്രധാനമന്ത്രി വിചാരിച്ചിട്ടും മണിപ്പൂർ കലാപം ഒതുക്കാൻ പറ്റുന്നില്ല. ജാതി ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഒരു ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ കോവിഡിൻ്റെ മറവിൽ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ, ലോക സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ഈ രാത്രി വചനത്തിൻ്റെ പെട്ടകത്തിനകത്ത് രക്ഷയുടെ ദൂതേറ്റെടുത്ത ദൈവമക്കൾ ഒരു രാത്രി കൂടി ഡൈമക്കിൽ പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിൽ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ ഈ രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ രണ്ടാമത് രാത്രി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുക കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പെരിയാർ ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വെളിപ്പാട് പുസ്തകം 3:10-11. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 10 and 11. ദീർഘദർശി യോഹന്നാൻ പത്മോസിൽ കണ്ട കടിതം വചനത്തെ വാസിക്കരുത്. വെളിപ്പാട് 3:10-11 വായിച്ച് സഹായിച്ചിട്ട് മോനെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ, ദൈവസഭ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവസഭയെ കർത്താവ് കാക്കും. അടുത്തത് ഞാൻ വേഗം വരുന്നു. ഇന്ന് പെരിയാറിലെ ദൈവ കുഞ്ഞുങ്ങളോട്, തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, ഞാൻ വേഗം വരുന്നു. അടുത്തത് നിന്റെ കിരീടം ആരും നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ശ്രദ്ധയോടെ സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഈ രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. ദൈവസന്നിധിയിൽ നമ്മത്തെ സമർപ്പിച്ചാട്ട്, ജപത്തെ കൊടുത്താട്ട് എല്ലാ കണ്ണുകളും അടച്ചാട്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ പെരിയാർ പട്ടണത്തിനകത്ത് ഇറങ്ങുവാൻ, ആയിരങ്ങൾ യേശുവിനെ കാണുവാൻ, എൻ്റെ കുമിളിയിൽ നിന്നൊരു അന്ത്യകാലത്തിന് ഉണർവ് ഈ നാളുകളിൽ ഉണ്ടാകുക. இந்த ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് അനവധി പേർ അപ്പാവൻ നാമത്തെ എടുത്ത് ഉലകത്തിൽ മുഴുവൻ നടന്ന് യേശുവിനെ പ്രസംഗിപ്പാ ഒരു കൂട്ടം ജനത്തെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വാർത്തെടുക്കട്ടെ. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവ, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവ, എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് പറയുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പഴയ നിയമത്തിൻ്റെ മരണത്തിൻ്റെ നദിയായ യോർദാന്റെ വക്കത്ത് ആരെങ്കിലും കാൽ ചവിട്ടിയാൽ അവരുടെ കാൽ എക്കലിനകത്ത് പുകഞ്ഞു പോകും. എന്നാൽ മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവൻ്റെ പേരായി യോശുവ. യോശുവയുടെ പ്രത്യേകത എന്താ? അവൻ സ്വർഗത്തോട് പറഞ്ഞു, അയ്യോ മോശയ്ക്ക് ഞാൻ കട്ടൻ കാപ്പി കൊടുത്തുകൊണ്ടിരുന്നത്. സ്വർഗം പറഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുക. ഇന്ന് രാത്രി തിയോളജി അല്ല വലുത്, PhD അല്ല വലുത്, ഡോക്ടറേറ്റ് അല്ല വലുത്, സ്വർഗത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ഇന്ന് രാത്രി ഒരു പാളയത്തെ പുറപ്പെടും
പുറപ്പെടുവിക്കുക. യോശുവയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന്റെ കരമിറങ്ങിയപ്പോൾ 4 കാര്യം അവൻ ചെയ്തു. 1, പാളയത്തിനകത്ത് വചനം. 2, വിശുദ്ധിയുടെ ഉപദേശം. 3, ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. 4 പ്രവചന ദൂത് പറഞ്ഞു, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കൂട്ടം ജനം മരണനദിയായി യോർദാനിലേക്ക് യാത്രയായി. പുരോഹിതന്മാരുടെ തോളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു. അവരുടെ കാൽ വാക്കത്ത് വച്ചപ്പോൾ ഇന്ന് രാത്രി പലരെയും മുക്കിക്കൊന്ന് യോർദാനിൽ ഒരത്ഭുതം നടന്നു. അവരുടെ കാൽ വക്കത്ത് വച്ചപ്പോൾ ഈജിപ്തിനകത്ത് അരാബായി ദൈവം ഉപ്പുവെള്ളത്തെ ചിറ പോലെ കെട്ടി നിർത്തിയെങ്കിൽ ഇന്ന് ഈ ഗ്രൗണ്ടിനകത്ത് നീ ആരാധിക്കുവാൻ തയ്യാറായ നാളുകളായി നിന്നെ മുന്നോട്ടുള്ള പ്രയാണങ്ങളെ തടഞ്ഞു വെച്ച അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി യോർദാന്റെ മണ്ണിനിറങ്ങിയ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ശബ്ദരാധിക ജാനപൗഡാരഭ ശബ്ദുര് എന്ന് രാത്രി വചനം ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കുക. ഈ ഗ്രൗണ്ടിനകത്ത് തയ്യാറായ ശതാധിപൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ഇന്ന് രാത്രി നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ വീട്ടിനകത്ത് ഒരു വിടുതൽ നടക്ക്. ഈ രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കാര്യം മനസ്സിലാകുന്നവർക്കായി ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ കോട്ടയം പട്ടണത്തിൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി മണ്ണിനകത്ത് പെയ്തിറങ്ങുമ്പോൾ മദ്യപാനികൾ യേശുവിനെ കാണുക, ജീവിതം തകർന്നവർ യേശുവിനെ കാണുക, ചില പിന്മാറ്റക്കാർ യേശുവിന്റെ നാമം ഉയർത്തുക. ഈ 2ാമത് കൺവെൻഷൻ രാത്രിയിലും അങ്ങയുടെ ദിവ്യകരം വെളിപ്പെട്ടു വരും. എല്ലാ കണ്ണുകളും മൂടാ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിലേക്ക് വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴുകുന്നു. അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂമിനെ നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ലബനോനിലെ ദേവദാരുക്കളുടെ തോലുരിച്ചു മാറ്റിയതുപോലെ ചില പിന്മാറ്റക്കാർ മടങ്ങി വരുക. ചില പാപികൾ യേശുവിനെ കാണുക. ആത്മഹത്യ കൊതിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി കരമുയർത്തുക. മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഡൈമുക്കൽ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. യോഗത്തിനെതിരെ പോരാടുന്ന ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ദുഷ്ടന്റെ ആഭിചാര കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദേശം പിടിപ്പിക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. മരുഭൂ പ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ ആയിരങ്ങൾ പട്ടുവീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അത് കണ്ട് ഇസ്രായേൽ മക്കൾ രക്ഷ പ്രാപിച്ചതുപോലെ പെരിയാറിന്റെ മണ്ണിനകത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ആയിരങ്ങൾ യേശുവിനെ കാണുക. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് പെരിയാറിൽ ഉണ്ടാകുക. ഇന്ന് രാത്രി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാക്കണമേ. ഡൈമുക്കിലെ എല്ലാ മക്കളെയും ദൈവം കാത്തുകൊള്ളണമേ. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതിയെല്ലാം ദൈവം കാക്കണം. അപ്പോൾ ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ ഇന്ന് രാത്രി തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരുത്. നാഥൻ്റെ നാമം മാത്രം ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കൂ. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. പ്രാർത്ഥന മാനിച്ച് വിടുതൽ നീട്ടിയതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആർക്കും വലിയ ഉത്സാഹമൊന്നുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി പലരും ആശുപത്രി കിടക്കുക, ചിലർ ആശുപത്രിയുടെ ക്യൂവിൽ നിൽക്കുക, ചിലർ വെന്റിലേറ്ററിൽ കിടക്കുക. നാളെ ഒപ്പിപ്പാൻ പലരും കാത്തിരിക്കുക. തായെ തകർപ്പരെ അതുക്ക് നടുവിൽ ഇന്ന് രാത്രിയും ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് ദൈവത്തിൻ കൃപയാ. അരുമயான കർത്തർക്ക് കൃപയെ ഓർത്താൽ ഇന്ന് രാത്രി അങ്ങനെ നന്ദി കരുതാറ്റാതിരിക്കാൻ പറ്റും. ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചതുപോലെ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ, 5 തലങ്ങൾ. 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 പുതിയ നിയമത്തിലെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇന്നലെ രാത്രി
രാത്രി ഞാൻ സൂചിപ്പിച്ചു ചില കാര്യങ്ങൾ, അത് തൊട്ട് വെച്ച് ഇന്ന് രാത്രി കടക്കാം. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ അതിൻ്റെ പ്രത്യേകത? ബൈബിളിൽ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് 2 കാര്യം എഴുതി. ഒന്ന് സഭയുടെ ചരിത്രം എഴുതി, അതിനുശേഷം സുവിശേഷം എഴുതി. പക്ഷേ പ്രവചനം ആരും എഴുതിയില്ല. യോഹന്നാൻ്റെ പ്രത്യേകത എന്താ? അവൻ 3 കാര്യം എഴുതി. ഒന്ന് സുവിശേഷം എഴുതി. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ചൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ അവൻ വരച്ച് കാട്ടുന്നു. 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. അത് കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകം, അന്ത്യകാല പ്രവചനവും അവൻ എഴുതി. 3 മേഖലകളിൽ യോഹന്നാന് കരം വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു. 1 സുവിശേഷം, 2 ഉപദേശം, 3 പ്രവചനം. ഇന്ന് രാത്രി നമ്മുടെ ഡൈമുക്കിൽ കൺവെൻഷൻ കൂട്ടത്തിൽ യോവാൻ അപ്പോസ്തലനെ കൊണ്ടുവന്ന് ചോദിക്കണം, യോഹന്നാനെ താങ്കൾക്ക് സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? യോഹന്നാൻ ഒരു കാര്യം പറയും, ബൈബിൾ തിയോളജി അല്ല, PhD അല്ല, കുമ്പനാട് ഹെബ്രോന്റെ ബിരുദമല്ല, അല്ലെ തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ബിരുദമല്ല. അന്ത്യം വരെ കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു, എനിക്ക് പ്രവചനം എഴുതുവാൻ ദൈവം കൃപ ചെയ്തു, എനിക്ക് ഉപദേശം എഴുതുവാൻ കൃപ ചെയ്തു. അപ്പാ ഈ രാത്രി പറയണ, അന്ത്യം വരെ കാൽവറിയുടെ കൊലക്കളത്തിൽ മാറോട് ചേർന്നിരിക്കുന്നവൻ്റെ അകത്ത് ഉപദേശമുണ്ട്, അവൻ്റെ അകത്ത് സുവിശേഷമുണ്ട്, അവൻ്റെ അകത്ത് പ്രവചനമുണ്ട്. വചനം മനസ്സിലാകുന്നവർക്ക്. അക്കാലത്ത് റോമിൻ്റെ ഭരണകൂടങ്ങൾ, പാസ്റ്റേഴ്സും സഹോദരിമാരും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നത്തെ കാലത്ത് വചനമെടുക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് റോമിൻ്റെ ഭരണകൂടം. ഞാൻ പറഞ്ഞു തരാം. പെരിയാറിൽ ഒരു പരസ്യയോഗത്തിന് ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, ലണ്ടനാണ് കണക്ക് കൂട്ടണം, അവനെ പിടിച്ചുകൊണ്ട് റോമിൻ്റെ കാരാഗ്രഹത്തിൽ എന്താ ചെയ്യുമെന്നറിയാമോ? അവൻ്റെ തലയിൽ തൂണോട് കെട്ടി നിർത്തും. രാത്രി 12 മണിക്ക് ഭൂഗർഭ തിയേറ്ററുണ്ട്, അണ്ടർഗ്രൗണ്ട് തിയേറ്റർ. അതിൻ്റെ പേരെ കാറ്റക്കമ്പ് കൊലവസിയം. ലൈറ്റ് കത്തിക്കത്തില്ല. ചെറുപ്പക്കാരൻ്റെ തലയിൽ ഒരു മൺചട്ടി വെക്കും, കൽക്കരി അതിനകത്ത് വാരി വിതറും. രാത്രി 11 മണിക്ക് പെരിയാറിൽ ഇപ്പോൾ മേള നടക്കുന്നത് പോലെ മേള നടക്കുമ്പോൾ മണ്ണെണ്ണ കൽക്കരിയിൽ ഒഴിക്കോ, ഉപദേശയുടെ തലയിൽ തീ കൊളുത്തും, പടപടാ തീ കത്ത്. അത് ശരീരത്തിലേക്ക് പായുമ്പോൾ അദ്ദേഹത്തിന് ഓടാൻ പറ്റത്തില്ല, തൂണോട് കെട്ടി നിർത്തിയിരിക്കുക. ഒരു ശബ്ദം നാവിൽ നിന്ന് പുറത്തു വരും, മാറാനാഥ യേശുവേ വരയണമേ. ഇന്ന് രാത്രി പെരിയാറുള്ള ദൈവമക്കൾ, അരുമയാണ് നൽസെയ്തികൾ കൂട്ടത്തെങ്കിൽ ഇരവ് 2ാമത് ഇരവ് കേൾക്കുന്ന ദൈവമക്കൾ, വചനമെടുത്തവർ. അന്നൊരു വൻ പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയാമോ? നല്ലൊരു മരമരിക്കും. ഇവിടെ നല്ല അരുമயான മരം ഈ ഗ്രൗണ്ടിൽ. ഈ മരത്തിനകത്ത് 2 ചില്ലകൾ വടം കൊണ്ട് കൂട്ടിക്കെട്ടും. എന്നിട്ട് ഉപദേശിയെ തല കീഴാക്ക്. 2 കാലുകൾ ചെറിയ ചില്ലകളിൽ കൂട്ടിക്കെട്ടും, ചെറിയ കയർ കൊണ്ട്. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് കാല് കെട്ട് റെഡിയാകുമ്പോൾ മേലിൽ കെട്ടിയിരിക്കുന്ന വടത്തിൻ്റെ കെട്ടടിച്ചു വിടും. ആ സമയം 2 ചില്ലകൾ 2 സ്ഥലത്തേക്ക് പായും. ഒരു സഹോദരി മീൻ കീറുന്നത് പോലെ ഉപദേശിയുടെ ശരീരം 2ആയി മരച്ചില്ലകളിൽ 2 ഭാഗത്തേക്ക് മാറുമ്പോൾ ആരും കേൾക്കാത്തൊരു ശബ്ദം അവിടെ കേൾക്കും, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി പെരിയാറിൻ്റെ മണ്ണിനകത്ത് സുവിശേഷത്തിൻ്റെ ധ്വനികൾ പറയുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ, അന്നത്തെ കാലത്ത് വണ്ടിപ്പെരിയാർ കുമളി റോഡ് ടാറിയാണെങ്കിൽ ടാർപ്പാട്ട എടുക്കും. ടാർപ്പാട്ടയിൽ ഉപദേശിയുടെ തലയ്ക്ക് തക്കവണ്ണം ഒരു സുഷിരമുണ്ടാക്കും, ഹോൾ. അതിനകത്ത് ഉപദേശിയുടെ തല അങ്ങ് കുത്തിക്കയറ്റും. എന്നിട്ട് പാട്ട ചൂടാക്കും. നമ്മൾ പെരിയാറിൽ നിന്ന് ഉരുക്കി വിടുന്നത് പോലെ, ടാർപ്പാട്ട ഉരുട്ടുന്നത് പോലെ ഉപദേശിയുടെ തലയകത്ത് കിടക്കും. ചൂടാക്കി ടാർപ്പാട്ട ഉരുക്കി വിടും. ഉപദേശിയുടെ തല ടാറിനകത്ത് വീഴും. കാല് കമ്മട്ടമടിക്കുമ്പോൾ ആറുമറിയാ ഒരു ശബ്ദം കേൾക്കും, പാട്ട മാറാ നാഥ യേശുവേ വരണമേ. എല്ലാവരും മനസ്സിലാക്കണം അരുമയാണ് ദൈവമക്കളെ. അതിനുശേഷം പച്ച സുവിശേഷം പറയുന്ന ഒരു ഉപദേശി എവിടെങ്കിലും കിട്ടിയാൽ ഒരു കാര്യം ചെയ്യുക, ഉപദേശിയുടെ വായ്ക്കകത്ത് ഹോസ് വെക്ക്, അതിനകത്ത് വെള്ളമടിക്കും. വെള്ളമടിക്കുമ്പോൾ നമ്മുടെ നാടൻ ഭാഷ പള്ള വീർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? അബോധാവസ്ഥയിലാവും. അപ്പോൾ ഒരു പടയാളി സ്പീഡിൽ കുതിരയുമായി വരും. കുതിര നേരെ വരും. ഉപദേശിയുടെ ഉദരത്തിനകത്ത് ആ കുതിരയുടെ കുളമ്പ് കയറും. അപ്പോൾ വയർ പൊട്ടും, കുടൽമാല താഴേക്ക് വരും. ഞെട്ടി ഉണരുന്ന ഉപദേശി മിനിറ്റ് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ നാവിൽ കൂടി ഒരു ശബ്ദം വരും, മാറാ നാഥാ യേശുവേ വരണമേ. അപ്പച്ചാ, അമ്മച്ചി, സഹോദര, സഹോദരി, മകനെ, മകളെ, ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിൽ ഈ ബൈബിൾ പിടിക്കുവാൻ കാരണം ചിലരുടെ തലകൾ കാരാഗ്രഹത്തിൽ, ചിലരുടെ തലകൾ ടാർപ്പാട്ടയ്ക്കകത്ത്, ചില ഉപദേശിമാരുടെ കൈകാലുകൾ മരത്തിനകത്ത്, ചില മക്കളുടെ ഉദരം തകർന്നത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമുക്ക് പിടിക്കുവാൻ കൃപ ലഭിച്ചത്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യോവാൻ അപ്പോസ്തലനെ എവിടത്തേക്ക് മാറ്റിയെന്നറിയാമോ? ഒന്നവനെ കാരാഗ്രഹത്തിനകത്ത് കഴുത്ത് മുതൽ അടിവയർ വരെ വാൾ കൊണ്ട് കീറി.
ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. രണ്ടാമത് പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞു, കേട്ടോണ്ടിരിക്കണം, ഡൊമീഷ്യനോട് പറഞ്ഞു, സാറേ ഈ മനുഷ്യനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല, അദ്ദേഹത്തിൻ്റെ അകത്ത് അസാമാന്യ ശക്തിയാണ്. ഡൊമീഷ്യൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ കാണാമെന്ന് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞു. പടയാളികളെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാൻ രണ്ടാമത്തെ ശിക്ഷാവിധി, തിളയ്ക്കുന്ന കുട്ടുകത്തിനകത്ത് എണ്ണ നിറയ്ക്കണം, അത് 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കണം. വയോധികനായ അപ്പച്ചനെ കൈകാലുകൾ ബന്ധിച്ച് അതിനകത്തേക്ക് വലിച്ചെറിയണം. രാവിലെ ഈ കൽപ്പനയുമായി വന്നു. പ്രഭാതത്തിൽ ആ കുതിരയുടെ കുളമ്പടി എഫെസോസ് സഭയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ അപ്പച്ചൻ മുട്ടുമടക്കുമ്പോൾ പടയാളികൾ വന്നു. കുതിരയെ അവിടെ നിർത്തി അപ്പച്ചനോട് പറഞ്ഞു, താങ്കളുടെ ആഗ്രഹം പറയാൻ പറഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, എന്തുവാ കാര്യം? ഇന്ന് താങ്കളുടെ മരണവിധിയാണ്, സുപ്രീം കോടതി വിധി പോലെ. യാരുമേ ബന്ധുക്കളെ പാർക്കരുത്, തമ്പിമാരെ പാക്കരുത്, അതിനുശേഷം എന്നവാ സാപ്പാട് കിടക്കി എന്ന് വേണം. യോഹന്നാൻ പറഞ്ഞ് കൽപ്പന വായിക്കുക, കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വലിച്ചെറിയാൻ. അത് കേട്ടപ്പോൾ യോഹന്നാൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരി. അയ്യാ, ആ ചെറിയ ചിരി കണ്ടപ്പോൾ പടയാളികൾ ചോദിച്ചു, എന്തിനാപ്പാ ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നിങ്ക ചക്രവർത്തി இந்த மாதிரி கையெடுத்து போடுக்கு முன்னாடி இராக்கின் சக்கரவர்த்தி நெபுக்கத்நேசர் நாங்கள் 3 பிள்ளைக்கு வேண்டி கையெடுத்து போடி சத்ரக் மேஷக் அபேத்நேகோ அந்த பிள்ளைகளை துராசு சமபூமியில் கொண்டு வந்து பெரிய பிம்பத்துக்கு முன்பு நிறுத்தியப்போ அந்த பிள்ளைகள் கரமுயர்த்தி പറഞ്ഞു, நாங்கள் சேவிക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ அந்த പിള്ളകൾക്ക് വേണ്ടി അഗ്നിജ്വാലയ്ക്കകത്ത് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവ, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവ, ഇന്ന് രാത്രി നിനക്കെതിരെ പദ്ധതി വെക്കാം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാവുന്നു? നിന്നെ തകർക്കുവാൻ ദൂട്ട പിശാച് പദ്ധതി വെക്ക്, നിന്നെ കൂട്ടുകത്തിനകത്ത് തള്ളിയിടാൻ ദൂട്ട പിശാച് വെക്ക്, നിന്റെ മരണം കാണുവാൻ പെരിയാർ കാത്തു നിൽക്ക്. എന്നാൽ ഇന്ന് രാത്രി കാൽവറി ദർശനം കണ്ടവനെ തകർക്കുക ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. കാര്യം മനസ്സിലാകുന്നവർക്ക് തായെ തകർപ്പരെ തങ്കച്ചി, ഇന്ന് രാത്രി നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. സാധാരണ ദൈവമല്ല, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവ, സൂര്യനെ ചന്ദ്രനെ അതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശഗ്രഹങ്ങളെ കൂട്ടിവെച്ച ദൈവ, ഇന്ന് രാത്രി സോംപൂർണ ഗാലക്സിക്കകത്ത് ആകാശപാറകൾ നിരത്തി വെച്ച ദൈവ, അവൻ അറിയാതെ ഡൈമുക്കിനകത്ത് എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാ. നിന്റെ ശരീരത്തെ മൂടുന്ന ക്യാൻസർ ഇന്ന് രാത്രി പറയും, നീ അടുത്ത വർഷം കാണത്തില്ലെന്ന്. നിന്റെ ഹാർട്ട് അറ്റാക്ക് നിന്നോട് പറയും, നിന്നെ ഞാൻ കാട്ടിലേക്ക് കടത്തുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി തായെ തകർപ്പരെ തങ്കച്ചി പറയണം, എൻ കൈമേലെ ഒരുവൻ പിടിത്തിരിക്കത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എൻ കൈമേലെ ഒരുവൻ പിടിത്തിരിക്കത്. അവൻ കരം തളർന്ന കരുന്നവല്ല, അന്ത്യം വരെ എന്നെ വഴി നടത്തുക. ഇന്ന് രാത്രി യോഹാൻ അപ്പോസ്തലന്റെ മേളിൽ ഇറങ്ങി വന്ന ദൈവക്കാരൻ ഒരു ശത്രു നിനക്കെതിരെ കുരുക്കെഴുതാം. ദാനിയേലിനെതിരെ കുരുക്കെഴുതി വെച്ചു. എന്താ കുരുക്കെഴുതി എന്നറിയാമോ? സിംഹങ്ങളുടെ കുഴിയിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷെ അവൻ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്ത? 3 നേരം ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി സഹോദരി പറയണം, നിന്നെ തകർക്കുക ഏത് രാജാവ് കൈയെടുത്ത് എഴുതിയാലും, നിന്നെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളിയിട്ടാലും, അതിൻ്റെ നടുവിൽ നിന്ന് സിംഹങ്ങളുടെ വായടച്ച് പുറത്തു കൊണ്ടുവരുക. ദാനിയേലിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവുന്നു? പ്രോമിസുകളുടെ ദൈവം മരിച്ച ദൈവമല്ല. 1000 ആണ്ട് ശാപത്തിൽ കിടന്ന ഒരു പെങ്കൊച്ച രൂത്ത്, അവളുടെ പ്രത്യേകത എന്താ? അവളുടെ കൂട്ടുകാരി ഓർമ്മ പോയി അമ്മച്ചിയുടെ കൂടെ വചനം ഏറ്റെടുത്ത് അവൾ നിൽക്കുക. അവളത് സ്വർഗത്തിലെ ദൈവം കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി എന്നറിയാമോ? ഒന്നവളെ കൊണ്ടുപോയത് ബേദലഹീമില്ല. നിന്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, നിന്റെ ഹല്ലേലൂയ കാത്തിരിപ്പിനൊരു വിടുതലുണ്ട്. ഒന്നവൾ അമ്മച്ചിയോട് ഒരു ബോവസിന്റെ വയലിൽ പോയി. 1-ാം ദിവസം നന്മണി കിട്ടി. അവളുടെ നാട്ടുകാർ വിചാരിച്ചാണ് അവൾ പോയപ്പോൾ ഇവള് തകർന്നു പോകുമെന്ന്. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വചനവുമായി ഇറങ്ങി തിരിച്ച നിന്നെ ഉയർത്തുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. 1-ാം ദിവസം നന്മണി കിട്ടി, 2-ാം ദിവസം ചങ്ങടി കിട്ടി, 3-ാമത്തെ ദിവസം തലയിൽ കാറ്റ കിട്ടി, 4-ാം ദിവസം അവൾക്ക് വയലിൽ ഇറങ്ങാൻ ഭാഗ്യം ലഭിച്ചു, 5-ാം ദിവസം വയലിൻ്റെ ഉടമസ്ഥൻ അവളെ തേടി വന്നു, 6-ാം ദിവസം തമിഴ്നാട്ടിൽ അരുമയാൻ ഒരു പാടലിരിക്കുന്നത്, തകർപ്പരെ തായേ കാൽമതിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തം. കൈക്കുള്ള പണമില്ല, കൈക്കുള്ള ബാങ്ക് ബാലൻസ് ഇല്ല, ATM കാർഡ് അവളുടെ കയ്യിൽ കിടയാതെ. എന്നാൽ നവോമി അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന വസനത്തെ എടുത്തുകൊണ്ട് ഒരു കറുത്ത പെൺകുട്ടി 400 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ അവൾ കാൽ ചവിട്ടിയ ദേശം അവളുടെ കയ്യിൽ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി തരുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? മോവാബ് പറയും, നീ അവിടെ പോയാൽ രക്ഷപ്പെടത്തില്ല. നാട്ടുകാർ പറയും, നീ അവിടെ പോയാൽ രക്ഷപ്പെടത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറഞ്ഞ രൂത്തിന്റെ
കണ്ണുനീര് അവളെ പിടിച്ചിറക്കിയ ഒരു കരമുണ്ടെങ്കിൽ 2024 ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി തരുക ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു കറുത്ത പെങ്കൊച്ച, നാട്ടുകാർ പറഞ്ഞു ഇവക്ക് കല്യാണം നടക്കത്തില്ല, ഇവക്ക് പുള്ളേം കിടക്ക് മാറി, ഇതെല്ലാം നാട്ടുകാർ പറഞ്ഞു. പക്ഷേ അവൾ അളവുന്നൂൽ മനോഹര ദേശത്ത് വീണു. അപ്പോൾ 7-ാം ദിവസം ഒരുവനം ഉണ്ടായിരുന്നു, എലിമലേക്കിൻ്റെ ബന്ധത്തിൽ ഒരുവനം ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ബോവസ്. ഇന്ന് രാത്രി നിന്റെ ശാപങ്ങളെ അറുത്തു മാറ്റുക. ദൈവത്തിൻ്റെ വചനമെടുത്ത് ബോവസിൻ്റെ വയലിൽ ഇറങ്ങിയപ്പോൾ രൂത്തിൻ്റെ കരത്തെ പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ബോവസിന് ഒരുക്കെങ്കിൽ இந்த നാൾക്കളിൽ നിങ്ങൾ കുടുംബത്തെ തിരുമണം വരത്തില്ല പിശാച് വാത് വെക്കുന്നെങ്കിൽ അയ്യാ ഇന്ന് രാത്രി പേശു ബോവസുക്ക് പിന്നിൽ ഒരു റൂത്ത് ഒരുങ്ങിയതുപോലെ സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മൊമെന്റ്. ഇന്ന് രാത്രി 2024 പറ ഒരു റൂത്തിന് വേണ്ടി ഒരു ബോവസ് ഒരുങ്ങിയതുപോലെ എൻ്റെ കുടുംബത്തിനകത്ത് വിവാഹം നടക്കാതെ പിശാച് പദ്ധതി വെച്ചതിൻ്റെ നടുവിൽ എൻ്റെ തലമുറകൾക്ക് വിവാഹം കൊടുക്കുക. രൂത്തിൻ്റെ കണ്ണുനീരിനകത്തിറങ്ങിയ കാര് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നീ പുണ്യ സ്ഥലങ്ങളിൽ ഓടണ്ട, നേർച്ച കാഴ്ചകൾ കൊടുക്കണ്ട. ഇന്ന് രാത്രി വചനത്തെ എടുത്ത് യാത്ര ചെയ്ത നിന്റെ ശാപങ്ങളെ അനുഗ്രഹമാക്കുക. 1000 ആണ്ട് ശാപത്തിൽ കടന്ന കറുത്ത പെങ്കൊച്ചിന്റെ പിൻപിൽ യഹൂദനായ ബോവസിന്റെ കരം പിടിച്ചതുപോലെ ഇന്ന് രാത്രി വചനം ഏറ്റെടുത്ത നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. ഇന്ന് രാത്രി നിന്നെ വിളിച്ച ദൈവം വിശ്വാസം എത്ര പേർക്ക് 2-ാമത്തെ രാത്രി അകം കത്തുന്നു. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ അകത്തളം കത്തിയതുപോലെ ഇന്ന് രാത്രി ഡൈമുക്കിൽ അഭിഷേകത്തിന്റെ കാരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ നിന്നെ തകർക്കുവാൻ വെച്ച പദ്ധതികളുടെ നടുവിൽ നിന്ന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ഉയർത്തുക. ദൈവത്തിന്റെ കരമിറങ്ങിയതുപോലെ 1000 ആണ്ട് ശാപത്തിൽ കിടന്ന രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയതുപോലെ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത്, എൻ്റെ മക്കളുടെ വിഷയത്തിനകത്ത്, എൻ്റെ കല്യാണത്തിന്റെ വിഷയത്തിനകത്ത്, എൻ്റെ കുടുംബത്തിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു അത്ഭുത കരം വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. നാട്ടുകാർ നിന്നെ കുട്ടുകത്തി തള്ളിയിട്ട് നിൻ്റെ മരണം കാണാൻ കാത്തു നിൽക്കും. അയ്യാ, നീ അങ്ങ് തീർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കുട്ടുകത്തിൻ്റെ നടുവിലും നിന്നെ കരം പിടിച്ചുയർത്തുവാൻ പിടിച്ച ഒരു കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി ഡൊമീഷൻ്റെ അടുത്ത് അവർ ചെന്ന് പറഞ്ഞു ഈ മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല. ഡൊമീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഒറ്റ കാര്യമുള്ളൂ, ഇവനെ പട്ടിണിക്കിട്ട് കൊള്ളണം. இந்த நாட்களிலே அமெரிக்காவில் இந்த குற்றவாளிகளை கொடுக்குது ക്യൂബാവിൽ. அந்த நாட்களிலே நீங்கள் മനസ്സിലാക്കണം, റോം കുറ്റവാളികളെ കൊടുക്കുന്നത് ഗ്രീസ്. அந்த ഗ്രീஸுக்கு തലസ്ഥാനം വന്നിരിക്കുന്നത് ஏதன்ஸ் பக்கத்தில் அருமையான ஒரு நதி ஒடுக்குது, அதுதான் தேவ்ஸ் நதி. 60 കിലോമീറ്റർ നീളം ഒടുக்குது. നദിക്കുള്ള ഒരു ദ്വീപ് இருக்குது, ഐലൻഡ്സ്. അതിൻ്റെ പ്രത്യേകത 16 കിലോമീറ്റർ നീളം, 10 കിലോമീറ്റർ വീതി. 6 മാസത്തിൽ ഒരിക്കൽ യുദ്ധ കുറ്റവാളികളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലം. വയോധികനായ അപ്പച്ചൻ, 95 വയസ്സ് പ്രായം, കൈ വിറയ്ക്കുന്നു, ഒരു കാപ്പി കുടിക്കാൻ പറ്റത്തില്ല. അപ്പച്ചൻ അവിടത്തേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പച്ചനെ അവിടെ കൊണ്ടുവന്ന് യാനം, നമ്മുടെ പോലീസ് ഷിപ്പ്, പെരിയാർ പോലീസ് ഷിപ്പ് ലോക്കപ്പിൽ തള്ളുന്നത് പോലെ അപ്പച്ചനെ അവിടത്തേക്ക് കൊണ്ട് തള്ളിയിട്ടു. സഹോദരി 5 കാഴ്ച അവിടെ. ബ്രദറെ, ആകാശമുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മുന്നാടി പോയ മനുഷ്യൻ്റെ അസ്ഥിക്കഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, അതിനുശേഷം തലയോട്ടി, മരിച്ചവരുടെ തലയോട്ടി, 5 പാറക്കൂട്ടം. അപ്പച്ചൻ വിചാരിച്ചു ഞാനിവിടെ മരിക്കും. എന്നാലും കാൽവറി ദർശനം കണ്ടവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. നിന്റെ കൂടെ 1000 കാണത്തില്ല, നിന്റെ കൂടെ 10,000 കാണത്തില്ല. അമ്മച്ചി, തായേ, നിങ്ങ വീട്ടുക്കുള്ള ഒറ്റയ്ക്കേ കാണൂ. നീ പായിരുന്ന് ജപത്തെ കൊടുത്താൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വീട്ടിനകത്ത് കീബോർഡ് വേണ്ട, തമ്പേർ വേണ്ട, ഒറ്റയ്ക്ക് മുട്ടുമടക്കി നീ കണ്ണുനീരോടെ നിലവിളിക്കുന്നുവെങ്കിൽ എന്ന് രാത്രി നിന്റെ പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമോ അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി ഇറങ്ങി വരും. ഇത് ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി. അതുകൊണ്ട് പറ, ചെറുപ്പക്കാരി വിളിച്ചു പറ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലുണ്ട്.
എൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും എപ്പോഴും ഞാൻ യഹോവയെ വാഴ്ത്തും. സ്വർഗം തുറക്കുന്നു. സ്വർഗം തുറന്ന് കണ്ട ദർശനം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിച്ചു. കാൽവരി ദർശനം കണ്ട യോഹന്നാൻ മുട്ടുമടക്കി. ഒരു അരുമயான കരം യോഹന്നാൻ തലമേൽ ഇറങ്ങി. അവൻ ചൊൽகிறது ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ. മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോവാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ രാഷ്ട്രീയ പ്രവചനം, വെളിപ്പാട്, അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം, 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2-3 ആസിയയിലെ 7 സഭ. 4 സഭ ഇവിടെ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 5 കുഞ്ഞാട് 5 പിന്നെ 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറക്കുവാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇസ്രയേലിൻ്റെ നിലവിളി. 12 ആൺകുട്ടി സിംഹാസനത്തിൽ. 13 പിശാചിൻ തൃത്വത്വം. 14 സിയോൻ മലയിൽ കുഞ്ഞാട്. 15 കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്തവർ കുഞ്ഞാടിൻ്റെ വീണകൾ. 16 7 കാഹളം, 7 കലശം, 7 ദൂതന്മാർ. അത് കഴിഞ്ഞ് 17 വരുമ്പോൾ ഒന്നാമത്തെ ബാബിലോൺ, അതാ മ്ലേച്ഛതയുടെ ബാബിലോൺ. 18 വ്യാപാര ബാബിലോൺ. 19 കുഞ്ഞാടിൻ്റെ കല്യാണം. 20 ഹർമഗദോൻ യുദ്ധം. 21 പുതിയ ആകാശം പുതിയ ഭൂമി. 22 അനീതി ചെയ്യുന്നവൻ പെരിയാറിൽ അനീതി ചെയ്യട്ടെ. കല്ല് കുടിക്കുന്നവൻ കല്ല് കുടിക്കട്ടെ. കത്തിക്കുത്തുണ്ടാകുന്നവൻ കത്തിക്കുണ്ടാകട്ടെ. പാസ്റ്റർമാരെ, നാം മുട്ടുമടക്കണം. സകലർക്കും പ്രതിഫലവുമായി വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. സകലർക്കും പ്രതിഫലമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് വെളിപ്പാട് 3:10-11. ഏതാ 3:10-11? അതാണ് ഫിലാദൽഫിയ സഭ. ഫിലാദൽഫിയ സഭയിൽ വലിയ മെമ്പറൊന്നുമില്ല, 14,000 പേരില്ല, വലിയ ബാൻഡ് മേളമൊന്നുമില്ല. ആ സഭയോട് സ്വർഗം പറഞ്ഞതാണ്, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ ഭൂതലത്തിൽ ഒരു പരീക്ഷാകാലം വരും ദൈവസഭ എടുക്കപ്പെട്ടാൽ. ഇന്നലെ ഞാൻ പറഞ്ഞു ബൈബിളിൽ 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം തീരാറായി. കൃപായുഗത്തിൻ്റെ പ്രത്യേകത ദൈവസഭ എടുക്കപ്പെടും. ഇനി 3 കാര്യം പറയാം. ദൈവസഭ എടുക്കപ്പെടൂ കേട്ടോ. ഇന്ന് ഒരു കാര്യം പറയാം. എന്താ ദൈവസഭ? വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഡൈമുക്കിലെ ശോശാമ സിസ്റ്റർ 40 കോഴിക്കുഞ്ഞിനെ കൊടുത്തു. ശ്രദ്ധയോടെ ഇരിക്കണേ. 20 40 കോഴിക്കുഞ്ഞ് 2 ചെറിയ കൂട്ടിലിട്ടിരിക്കുക. ഒരു ദിവസം രാവിലെ ഡൈമുക്കിൽ കൂടെ ഒരു ചെറുപ്പക്കാരൻ വന്നു, നല്ല നെത്തോലി കൊടുത്തു. ശോശാമ്മ ചേച്ചിയോട് പറഞ്ഞ് 2 പാത്രം കൊണ്ടുപോ, നല്ല അരുമயான നെത്തോലി, കഴിച്ചു കഴിഞ്ഞാൽ എല്ലേ പല്ലേ നല്ല ഗുണം. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു സ്വോത്രം. ശോശാമ്മ ചേച്ചി ഇത് മേടിച്ചു. ശോശാമ്മ ചേച്ചി ഇത് മേടിച്ചതിന് ശേഷം ഒരു കാര്യം എന്തോ ചെയ്തെന്നറിയാമോ? പറഞ്ഞുതരാം. അടുക്കളയിൽ വെച്ചു. രാവിലെ ഇച്ചിരി തിരക്കായിരുന്നു. എന്തോ തിരക്കെന്നറിയാമോ? ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കുക. മകളുടെ പേര് ജ്യോതിമോൾ. അവളോട് പറഞ്ഞു, മോളെ 10 മണിക്ക് നമുക്ക് ഈ ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം നെത്തോലി നല്ല മുളകൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കാം. 10 മണിക്ക് ശോശാമ്മ ചേച്ചിയും ജ്യോതിമോളോട് ചപ്പാത്തിയെല്ലാം കഴിച്ചതിന് ശേഷം 2 ചട്ടിയായിട്ട് വീടിൻ്റെ പരിയമ്പറത്തിറങ്ങി നെത്തോലി വൃത്തിയാക്കാൻ. കൂടെ ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തു. അറിയാതെ ഒരുത്തം വന്ന്, അവൻ്റെ പേരാ പരുന്ത്. അവൻ മേളി ഇരിക്കുക, മുരിങ്ങയുടെ മേളി. ശോശാമ്മ ചേച്ചി നെത്തോലി വൃത്തിയാക്കി തലയെല്ലാം പക്കത്ത് വെച്ച്. സ്വോത്രം കേട്ടോണേ. അപ്പം മകൾ ജ്യോതിയോട് പറഞ്ഞു, കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടാൻ. 40 കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടു. മോള് മൊബൈൽ കുത്താൻ പോയി. സമയം പോയല്ലോ, നമ്മുടെ കുത്തു മൊബൈലല്ലയോ. ആ സമയത്ത് പരുന്ത് ഒറ്റ വരവ്. 3 കുഞ്ഞുങ്ങളെ ഒരു കാല് ഡൈമുക്കി, 3 കുഞ്ഞുങ്ങളെ മറ്റേ കാല്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഡൈമുക്കി ഒറ്റ നിലവിളി, കിയോ കിയോ. സ്തോത്രം. കോളി നിലവിളിച്ചു. അമ്മച്ചി പുറത്ത് ചാടി. ഇങ്ങനെ പറഞ്ഞു ശോശാമ്മ ചേച്ചി, 6 എണ്ണത്തിനെ കൊണ്ടുപോയി. സ്തോത്രം. അങ്ങനെ ഒരു സംഭവം നടക്കും. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ മനുഷ്യൻ മധ്യാകാശത്തിൽ രൂപാന്തരപ്പെടും. പെടുവോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഏലിയാവ്. എത്ര പേർ കാര്യം അറിയാം? യോർദാനക്കര ചെന്നപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി. ഏലിയാവ് എങ്ങനെയാ ചിന്നമാമയെ പോയ? ചുഴലിക്കാറ്റിൽ പോയി. ആ കാറ്റല്ലേ ഒന്ന് ഇടുക്കിയിൽ അടിക്കുന്നത്.
ലോകരാജ്യങ്ങൾ മൊത്തം കാറ്റല്ലയോ. അരുമயான പൂയൽ തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ട്. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പള്ളിയിലെ പയ്യൻ്റെ പേരുണ്ട് ബിബിൻ ജോയ്. അരുമயான പൂയൽ സ്വത്രം. അത് കഴിഞ്ഞ് ഇന്ന നാൽക്കല്ലേ അരുമயான ഒരു പൂയൽ അടിക്കുക. ആ പൂയൽ പേര് പെരേഷ്. അന്ന് കൊണപ്പെട്ടവ അക്കരെ കയറും മലയാളത്തിൽ പറഞ്ഞ സ്വത്രം. അതുകൊണ്ട് കൺവെൻഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിൾ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അന്ത്യകാലത്ത് കാറ്റ് കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ. ഇനി ബാക്കി കേട്ടോണം. അമേരിക്കയിൽ കാറിൻ്റെ പുറകെ, അമേരിക്കാവിൽ കാർക്ക് പുറകെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അവ എഴുതി വെച്ചിരിക്കുക ആമ ജീസസ് ബിലീവർ. കാറിൽ കയറുന്നവനോട് നീ രക്ഷിക്കപ്പെട്ടവനെന്ന് ചോദിച്ചാൽ വല്ലവനും കയറുമോ? സ്വത്രം. അതുകൊണ്ട് കാർക്ക് പിന്നാടി ഒരു സ്റ്റിക്കർ ഇരിക്കുന്നത് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവൻ. അതിൻ്റെ അർത്ഥം കയറുന്നവൻ ആ കൂട്ടത്തിലല്ലേ. പെരിയാർ പാലത്തിൽ കൂടെ പോകുമ്പോൾ ഞാൻ പോവും, നീ കാറോടെ താഴെ പോകുന്നു. സ്വത്രം. அதுக்கு தான் ஸ்டிக்கர் ஜீசஸ் பிலீவர். തീർന്നില്ല. இந்த நாட்களில் நீங்கள் செய்திகளை கேட்குது. கோட்டயத்தை ரயில்வே ஸ்டேஷனுக்கு போகணும். முன்னாடி ட்ரெயினுக்குள்ளே இருக்குது ஒரு லோக்கோ பைலட்டு. இந்த நாட்களிலே ஒரு லோக்கோ இல்லை, 2 லோக்கோ இருக்குது. அதுக்கு பின்னாடி ஓடிക്കുന്ന ഒരു ലോക്കോ വന്ന് ബിലീവർ എങ്കിൽ അവൻ ട്രെയിനെ പായിച്ച് കൊച്ചിക്ക് പോകുമ്പോൾ കാകളം കേട്ടാൽ കൊച്ചി കടലിൽ മേളി വെച്ച് അവൻ പോവും. 16 കമ്പാർട്ട്മെൻറ്റോടെ താഴെ കിടക്കും. സന്തോഷമില്ലല്ലോ. அதுக்கு தான் ட்ரெயினுக்கு ஃப்ரெண்டு வந்து 2 லோக்கோ. அருமையான தமிழ் பாஷை തന്നെ പറയാം. അത് കഴിഞ്ഞ് இந்த വിമാനത്തെ നോക്കണം. നിങ്ങൾ കോയമ്പത്തൂരോ പക്കത്ത് എങ്കോ പോയിക്കോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നെടുമ്പാശ്ശേരി, ഇവിടുത്തെ ഇടുക്കിക്കാർ വന്ന നെടുമ്പാശ്ശേരിയിലാണ്. വിമാനത്തിൻ്റെ ഫ്രണ്ട് നോക്കണം. നമ്മുടെ മാവേൽ 2 കിളി ഇരിക്കുന്നല്ലോ, പൊന്തമാവേ കിളി ഇരിക്കുന്നല്ലോ, 2 എണ്ണം ഇരിപ്പുണ്ട്. കിളിയെ നീലാഞ്ചന പൈങ്കിളി. ആ കിളിയല്ല, 2 പൈലറ്റുമാർ. സന്തോഷമില്ലല്ലോ. സ്വത്രം. ഇന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു വിമാനം ഒരു പൈലറ്റ് ഓടിക്കുമ്പോൾ 120 പേരുമായി പോവുക. മംഗലാപുരത്ത് കടലിൽ കയറിയപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടവൻ. കാകളം കേട്ടാൽ 120 എണ്ണം പറവോൻ ഉപ്പുവെള്ളം പോയി കുടിച്ചോലെ താഴെ കിടക്കും. സ്വത്രം. അപ്പോൾ അവൻ ഡോറ് തുറന്നാൽ സ്റ്റിയറിങ് ചാടി പിടിക്കാൻ ആ പ്ലെയിനകത്ത് 2 പൈലറ്റ്. സ്വത്രം. ഇതെല്ലാം മനസ്സിലാക്കണം. പെന്തിക്കോസുകാരെ, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. ഞാനോ ട്രെയിനും റെഡി, പ്ലെയിനും റെഡി, കാർ സ്റ്റിക്കറോ, ഞാനോ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. സ്വത്രം. ഇന്ന് രാത്രി മനസ്സന്തരപ്പെട്ടോണം. അതുകൊണ്ടാ ദൈവസഭ എടുക്കപ്പെട്ടാൽ വീണ്ടും യുഗങ്ങൾ വരുന്നു. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച, നിത്യയുഗങ്ങൾ. നാട്ടുകാരും ഇത് പ്രസംഗിക്കത്തില്ല. കർത്താവിൻ വരവിൽ കൈവിടപ്പെട്ടാൽ കർത്തനുക്കിൻ മഹിമാവിൻ ഒലിയ കേൾക്കേ ഉന്നതക്കത്ത് പോകാതിരിക്കത് മാനവകുലത്തിൻ മക്കൾ പിന്നത്തതിൽ എന്ത് ചെയ്യും? അതാ இந்த രാത്രിയിലെ ചെയ്തികൾ വായിക്കാം. ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ദൈവസഭ എടുക്കപ്പെട്ടാൽ ആഫ്റ്റർ ദ റാപ്ചർ ഓഫ് ദ ചർച്ച്. വെളിപ്പാട് 6-3-4 വാക്യങ്ങൾ വായിച്ചാൽ മോനെ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ഒന്ന് വെള്ളക്കുതിര. തൊടുന്നില്ല ഇസ്രായേലിന്റെ ആലി. അത് പ്രസംഗിച്ചാൽ തീരത്തില്ല. ചുവന്നതായ ഒരു കുതിര പുറപ്പെട്ടു. അതിന്റെ കയ്യിൽ, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആ വാക്കൊന്ന് നോട്ട് ചെയ്യണം. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടത്. മനുഷ്യൻ അന്യോന്യം കൊല്ലുമോ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഇവിടെ വണ്ണപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇടുക്കി. അന്ത സ്ഥലത്തെ കേട്ടിരിക്കുന്നയ്യ വണ്ണപ്പുറം. അങ്ങേ ഒരു മന്ത്രവാദി ഇരുന്ന് അവരെയും ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും ഇടുക്കി കഴുത്തറുത്ത് കൊന്നു. കരം ഉയരുന്നില്ല. വണ്ണപ്പുറം, ഇടുക്കി. ഉപ്പുതറ. നിങ്ങളോട് പറഞ്ഞുതരാം, ഒരമ്മാമ അച്ചാൻ്റെ കഴുത്ത് പച്ചക്കറുത്തുന്ന ഇടുക്കി ഉപ്പുതറ. പത്രിക വാർത്ത. മനുഷ്യൻ അന്യോന്യം കൊല്ലുമോ? ഇനി അടുത്ത കാര്യങ്ങൾ. കോട്ടയം നിങ്ങൾ വരുന്നത് പയ്യപ്പാടി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 80-കാരെ അച്ചായൻ 75-കാരെ അമ്മമ്മയെ തട്ടിക്കളഞ്ഞു. എറണാകുളത്ത് ഒരു ഫ്ലാറ്റിനകത്ത് അമ്മയും മകനും വഴക്കുകൂടി. ആ സമയത്ത് എന്തോ ചെയ്തെന്നറിയാമോ? മകൻ അമ്മയുടെ മൊബൈൽ കറിച്ചട്ടിയിട്ട് വറുത്ത് അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് കോട്ടയം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് പുലി ജോസ് എന്ന് പറയുന്ന പുലി ജോസ് എന്നൊരു കുറ്റവാളി ഒരു പയ്യരെ അടിച്ചു കൊന്ന് അരിയും ചാക്കും തലയെ ചുമക്കുന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് കൊടുത്തു. കോട്ടയം കണ്ടില്ലേ? അന്ത്യകാലം. ഇലന്തൂർ, പത്തനംതിട്ട, നരബലി. അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഞാൻ പ്രസംഗിച്ചതാ. ഞങ്ങളുടെ നാട്ടിൽ ഡോക്ടർ വന്ദന ദാസ്, ഒരു ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞ അധ്യാപകൻ. ഇതെല്ലാം കേരളം കാണണം. അന്ത്യകാലമായില്ലയോ? ആരാരെ കൊല്ലും? യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. മർക്കോസ്
13:12 ബൈബിൾ എടുക്കണം. നാളെ നിങ്ങളുടെ ചെയ്തികൾ ടെലിവിഷൻ പാക്കാം, അന്ത പത്രികയെ പാർക്കാം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആരാരെ കൊല്ലും. വായിക്കാം. മർക്കോസ് 13:12 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. സഹോദരൻ സഹോദരനെയും സഹോദരൻ സഹോദരനെയും നിൽക്കണം. ആരാ? ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന 2 കുഞ്ഞുങ്ങൾ, ഒരേ ഉദരത്തിൽ വളർന്നവർ. മനുഷ്യനെ കൊല്ലും. റാന്നി ഈ വരുന്ന വഴി ചത്തോങ്കര ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 2 പേർ സ്വത്തിന് വഴക്കൂടി ചേട്ടൻ അനിയനെ കൊന്നു. നിങ്ങളുടെ ഈ കുമളി വരുന്ന സ്ഥലത്ത് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കേട്ടിരിക്കുക. കരത്തെ ഒന്ന് ഉയർത്താം. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അയ്യോ, നിങ്ങൾ ഉപദേശിച്ച് കരം ഉയർത്താൻ പറഞ്ഞ് നിങ്ങൾ കരം ഉയർത്തണം. ഞാൻ നിങ്ങളുടെ സംശയം തീർക്കാനാ. പലരും വിചാരിക്കും നിങ്ങൾ കരം ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാനാണ്. സ്വോത്രം. എൻ്റെ പരിപാടി ഫോട്ടോ എടുക്കാനല്ല. പിന്നെ സഹോദരിമാർ വിചാരിക്കും ഞാൻ കരം ഉയർത്താൻ പറയുമ്പോൾ ചിലപ്പോൾ കല്യാണം ആലോചിക്കാനാണ്. സ്വോത്രം. அந்த പരിപാടിയെ എനിക്കിടയാത്. എൻ്റെ പിന്നാടി അരുമயான വേലക്കാർ ഇരിക്കുന്നത് അവർ കല്യാണം ആലോചിച്ചോളൂ. എൻ ചെയ്തി ഉലകത്തിൻ മുടിപ്പം കടശിക്കാല ചെയ്തികളും അല്ല, വേറെ ഒന്നുമില്ല. മനസ്സിലാക്കണം. കാഞ്ഞിരപ്പള്ളിക്ക് ഇപ്പുറത്ത് ഒരു ചന്തയുണ്ട്, കൂവപ്പള്ളി. അവിടെ ചെറുപ്പക്കാർ നമ്മ തമ്പിമാർ 8 പിള്ളേർ കൺവെൻഷൻ വെച്ചു. ഒരു നല്ല സ്റ്റേജ് പോലുമില്ല. ഇവിടെ നല്ല സ്റ്റേജ് സൗകര്യം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ കേൾക്കണം, കൺവെൻഷൻ പേര് ലാസ്റ്റ് ചാൻസ്. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു പേര് കണ്ടിട്ടില്ല. കൺവെൻഷൻ പേര് ലാസ്റ്റ് ചാൻസ്. ഞാൻ അവരോട് ചോദിച്ച്, മോനെ ഇതെന്തായി ലാസ്റ്റ് ചാൻസ്? അപ്പോൾ അവർ പറയാം, പാസ്റ്റർ ഇനി ചന്ത യോഗം നടക്കുമെന്ന് അറിയത്തില്ല, അവസാന ഗോള അടിക്കുന്നവൻ അക്കരെ കയറുമെന്ന്. സ്വോത്രം. അതൊക്കെ ലാസ്റ്റ് ചാൻസ്. കേൾക്കണം, നിങ്ങൾ കേൾക്കണം. അവിടെ 3 ദിവസം പ്രസംഗിച്ചു. രണ്ടാമത് 85 വയസ്സുള്ള ഒരപ്പച്ചൻ 2ാം രാത്രി വന്ന് കത്തോലിക്ക സഭക്കാരൻ അപ്പച്ചൻ ഈ വാക്യം ഞാൻ വായിച്ചു. അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററേ ഇത് കാഞ്ഞിരപ്പള്ളി നടന്നു. ഞാൻ ചോദിച്ചു, എന്താ അപ്പച്ചൻ ഒന്ന് വിശദമാക്കിത്താ? അപ്പോൾ കാഞ്ഞിരപ്പള്ളി കുരുവിനാക്കുന്നേൽ കുടുംബം ചേട്ടനും അനിയനും വഴക്കൂടി 40 ഏക്കറിന് തോട്ടത്തിൽ വെച്ച് ചേട്ടൻ തോക്കെടുത്ത് അനിയനെ വെടിവെച്ചു. അവനും തിരിച്ചു വിട്ടില്ല, 2ഉം തീർന്നു. സഹോദരനെയും. ആ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാം ചോദിച്ചതിന് ശേഷം അപ്പച്ചൻ എന്നോട് സംശയം ചോദിച്ച്, കാഞ്ഞിരപ്പള്ളി എന്ന് പേര് എങ്ങനെ കിട്ടിയെന്ന് പാസ്റ്റർക്ക് പറയാൻ പറ്റുമെന്ന്. സ്വോത്രം. ഞാൻ ഈ കാര്യമെല്ലാം പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ച കുഴയ്ക്കുന്ന ചോദ്യം ചോദിക്കരുത്. നോഹയുടെ അളിയൻ്റെ പേര് ചോദിച്ചാൽ കമ്പ്യൂട്ടറിൽ നിന്നെങ്കിലും ഒരു കള്ളപ്പേര് പറയും. സ്വോത്രം. കാഞ്ഞിരപ്പള്ളിന്ന് ഞാൻ എങ്ങനെ പറയാൻ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ്, നാട്ടുകാർ കേൾക്കണം, നിങ്ങൾ ഈ കുമളി വരുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പച്ചൻ പറഞ്ഞ്, കാഞ്ഞിരപ്പള്ളിന്ന് പേര് വരാൻ കാര്യം ഞങ്ങളുടെ വല്യപ്പന്മാർ പണ്ട് ഇവിടെ ദൈവത്തെ ആരാധിച്ചു. ഒരു കത്തോലിക്ക സഭ. ഇപ്പം കാശില്ല പള്ളി വെക്കാൻ. പുഴയുടെ വഴിയിൽ ഒരു വലിയ കാഞ്ഞിരം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കോടാലിയായിട്ട് പോയി കാഞ്ഞിരത്തെ തീർത്തു. പീസാക്കി ഓല മറച്ചു. പ്രാർത്ഥന തുടങ്ങി. കാഞ്ഞിരക്കീറിൽ തുടങ്ങി ഓല മറച്ചത് കൊണ്ട് പേരുവിട്ട് കാഞ്ഞിരപ്പള്ളി. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. കാഞ്ഞിരപ്പള്ളി ഇറങ്ങി ചായ കുടിച്ച വണ്ടിപ്പെരിയാർക്കാർ അറിയത്ത് കാഞ്ഞിരപ്പള്ളി എങ്ങനെ വന്നെന്ന്. സ്വോത്രം. 3ാം ദിവസം ഞാൻ അവിടെ പ്രസംഗിച്ചു. 3ാം ദിവസം ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ താഴെ ഇറങ്ങി. അപ്പോൾ എനിക്ക് കുമളിയിൽ നിന്ന് വരുന്ന വണ്ടിയുണ്ട്. കുഞ്ഞുങ്ങൾ പറഞ്ഞ് ബൈക്കേ പാസ്റ്റർ കൊണ്ടുവിടാം. ഞാൻ പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി കൊണ്ടുവിട്ടാൽ മതി. അപ്പച്ചൻ താഴെ ഇറങ്ങിയപ്പോൾ ഒരു കവറ് എൻ്റെ കൈ തരുവ. നെഞ്ച് കീറി ഞാൻ പ്രസംഗിച്ചതാണ്. അപ്പോൾ അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, ഈ പാവപ്പെട്ട പിള്ളേരാ, എനിക്ക് ഇവർ വണ്ടിക്കൂലി തരും. അപ്പച്ചന് വല്ലതും ഉണ്ട്, ഈ കൊച്ചുങ്ങളെ കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ പാസ്റ്ററോട് വരാൻ പറഞ്ഞു. അതിനകത്ത് 3 പിള്ളേരുണ്ടായിരുന്നു. അവരെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പച്ചൻ തന്ന കാണിക്കുക എനിക്ക് വേണ്ട, നിങ്ങൾ എനിക്ക് വണ്ടിക്കൂലി തരും. ആ കുഞ്ഞുങ്ങൾ എനിക്കൊരു വണ്ടിക്കൂലി തന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളി ചെന്ന് വണ്ടി കയറി കുമളി ബസ്സിൽ കയറി കോട്ടയത്ത് ഇറങ്ങിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചു, പാസ്റ്ററെ. എന്നിട്ട് പറഞ്ഞു, 1ഉം 2ഉം അല്ല, 10,000 രൂപ ഒരു കത്തോലിക്ക സഭയിൽ അപ്പച്ചൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞ എന്തുവെന്നറിയോ? ഇനി യോഗം നടത്തണം. അതിൻ്റെ പിൻപിൽ ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, അന്ന് രാത്രി ഞങ്ങളുടെ മൈക്കിന് കൊടുക്കാൻ പൈസ തികയത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നയാ. പക്ഷേ ആ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ മൈക്കിനും കൊടുത്തു, കസേരയ്ക്കും കൊടുത്തു, 4,000 രൂപ ഞങ്ങളുടെ ഈ മിച്ചമുണ്ട്. ദൈവം ആരാ? പെന്തിക്കോസുകാരനല്ല, കത്തോലിക്കക്കാരെ അപ്പച്ചന് വീട്ടിൽ ഇരുന്ന കാശ് കൊണ്ട് സുവിശേഷത്തിന് കൊടുത്തു. സ്വോത്രം. ഇതാണ് ദൈവത്തിൻ്റെ മഹത്വം. 8 പിള്ളേർ, ഒരിതുമില്ല, 8 ചെറുപ്പക്കാർ, വാലിബൻ 8 പേര് നടത്തി കാഞ്ഞിരപ്പള്ളി. അവിടെ ഞാൻ കണ്ടതാ സഹോദരന്. അടുത്ത വാക്ക് വായിക്കമ്മനെ. അപ്പൻ മകനെയും. കള്ള് കുടിച്ചിട്ട് വരുന്ന അപ്പൻ മകനെ കൊല്ലും. തിരുവനന്തപുരം, ഇടുക്കി, എല്ലായിടത്തും
മക്കൾ വായിച്ചാട്ട് മക്കളും മക്കളും അമ്മയപ്പന്മാരും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. സ്വന്തം മക്കൾ അമ്മയപ്പന്മാരെ കൊന്നുകളയും. കണ്ടോ, ഇവിടെ ചെങ്ങന്നൂരിൽ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, എന്താ ഷെറിൻ, ഭാസ്കരക്കാരൻ, അവരെ കൊന്നുകളഞ്ഞു. കണ്ടോ, വീട്ടിൽ വരുന്ന പെങ്കൊച്ചുങ്ങളോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ കൊട്ടേഷൻ ടീമിനെ വിളിച്ചു വരുത്തി തട്ടിക്കളയും. മാനസാന്തരപ്പെട്ടോ മമ്മി, കാലം തീരാറായി. അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂരിൽ വേറൊരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് ഷെറിൻ എന്നാ. ആ ഷെറിൻ അപ്പൻ കാർ ശരിയാക്കാൻ തിരുവനന്തപുരത്ത് വന്ന് ടൊയോട്ട തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ കഴുത്തെ കുരുക്കിട്ട് സ്വത്തിൻ്റെ, കാലും കയ്യും പത്തനംതിട്ട, തല കോട്ടയം, കഴുത്തറുത്ത അപ്പൻ്റെ. കണ്ടോ, മക്കളും അമ്മയപ്പന്മാരെ കൊല്ലിക്കുന്ന കാലം ഇപ്പം ശരിയായോ? പൗലോസിലേക്ക് ഒരു കാര്യം പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാൽ. കരമുയർത്തിയാട്ട് മക്കളെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇന്ന് രാത്രി പെരിയാറിലെ ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചേട്ടൻ അനിയനെ കൊല്ലുന്നു, അപ്പൻ മകനെ കൊല്ലുന്നു, സഹോദരങ്ങൾ കൊല്ലുന്നു, തീർന്നില്ല. ജനിപ്പിച്ച കുഞ്ഞിനെ അമ്മമാര് കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇടുക്കിയിൽ 1.5 മാസം, എറണാകുളത്ത് 1.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, രണ്ടാമത്തെ ഭർത്താവ് സ്വന്തം അമ്മയും കൂടെ ഭിത്തിയുടെ അവിടെ ഞെരിച്ച കൊന്നിനെ കൊന്നുകളഞ്ഞു. കളമശ്ശേരി വെച്ചിരുന്ന ആ ബോഡി മൂത്ത അതിൻ്റെ തന്ത വരുമെന്ന് വെച്ച് വന്നില്ല. അവസാനം ആ ബോഡി ആശുപത്രിയിൽ നടത്തപ്പോൾ ഒരു പോലീസ് ഓഫീസർ കരഞ്ഞിട്ട് അതിനകത്തൊരു കളിപ്പാട്ടം ഇട്ടു. തീർന്നില്ല ഭൂമി, ഇനി ദൈവം വെച്ചേക്കോ. ഇടുക്കിക്കാരുടെ ഭാഷയെ പറഞ്ഞ കൊത്തി കൊത്തി മുറത്തി കയറുന്ന കോഴിയെ ഇനി ചിന്നമാമ വെച്ചുകൊണ്ടിരിക്കത്തില്ല. സ്വോത്ര ഇരിക്കുന്ന കത്തിയെടുത്ത് കോഴിയെ തീർക്കുന്നത് പോലെ ഈ ഭൂമിയെ കർത്താവ് തീർക്കാൻ പോവുകയാ. അധർമ്മം പെരുകി, ഇത് ദുഷ്കാലമാകയാൽ. എൻ്റെ പ്രസംഗം അതല്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഒരു പട്ടയെ കിട്ടാൻ പോകുന്നു. മുൻവിളി തിരിച്ചു വെളിപ്പാട് 6:4 വരണം. വെളിപ്പാട് 6:4, 6:3-4. രണ്ടാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര. വായിച്ചാട്ട് മക്കളെ. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. അടുത്ത വലിയ വാളും അവന് കിട്ടി. തമിഴ് ഭാഷ പട്ടയാ, ദാ കിടക്കുന്ന വാൾ. എല്ലാവരും നോട്ട് ചെയ്യണം, ഇതാ പ്രസംഗം. അതിനുവേണ്ടി ഇത് ഞാൻ എടുത്തത്. ഒരു വലിയ വാൾ അവന് കിട്ടി. കുമളിന്നല്ല, കമ്പത്തെന്നല്ല, തേനിന്നല്ല, ഒരു വാൾ അവന് കിട്ടി. അവൻ കൊണ്ടുവന്നല്ല. ഇനി പ്രവചനമാ, കേട്ടോണേ. എന്താ? 2004 യൂറോപ്പുകാർ മുഴുവൻ പറഞ്ഞു, ചേട്ടാ അനിയ, നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്കൊരു റിയാക്ടർ ഉണ്ടാക്കണം. 2004 പിരിവിട്ടു. ഇവിടെ CSI കൺവെൻഷൻ നടക്കും, അല്ലെ കട്ടപ്പന CSI, അല്ലെ കുമ്പനാട് IPC നടക്കും, അല്ലെ കുമളി പെരിയ കൺവെൻഷൻ നടക്കുമ്പോൾ ചെറിയ ചെറിയ ചർച്ച് സംഭാവന കൊടുക്കുന്നത് പോലെ യൂറോപ്പുകാരെല്ലാം കൂടെ സംഭാവന ഇട്ട് എന്തോ ചെയ്തെന്നറിയാമോ? ഒരു റിയാക്ടർ ഉണ്ടാക്കി. ഇന്ന് നിങ്ങളുടെ മൊബൈൽ ലാസ്റ്റ് അടിച്ചാൽ കിട്ടും, തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനകത്ത് 4 പോർമുഖങ്ങളുണ്ട്. അഥവാ ഇവിടെ ഒരു പെരിയ പരിപാടി, ഇപ്പോൾ പെരിയാർ ഫെസ്റ്റ് നടക്കുന്നു. അണ്ണ വന്ന് ഒരു വലിയ അണ്ട വെക്കും, എണ്ണ ഒഴിക്കും, 4 പലഹാരത്തെ വാർത്തെടുക്കും. നെയ്യപ്പം, ബോണ്ട, ഉണ്ണിയപ്പം, പരിപ്പ് വട. അതുപോലെ ഈ റിയാക്ടറിനകത്ത് 4 പോർമുഖം, തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. ഇട്ട് കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ട് ബോംബ് കിട്ടും. ഇത് ആർക്കായി കിട്ടുമെന്നറിയാമോ? IS തീവ്രവാദികളുടെ കിട്ടും. ഇപ്പം കൊടുക്കത്തില്ല. സഭയെടുക്കപ്പെട്ടാൽ അവൻ കൊണ്ടുവന്നല്ല, അവന് കിട്ടി. ഇനി ഇവിടുത്തെ നമ്മുടെ ഡൈമുക്കിലെ കുഞ്ഞുങ്ങൾ നോക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ആറ്റമായുധം പൊട്ടിയാൽ ഏവരും ശ്രദ്ധിക്കണം. ഇനി തെളിവോടെ തരാം. എന്താണെന്നറിയാമോ? 18,000 ആറ്റമായുധം ലോകത്തിനകത്ത്. ഇന്ന് രാത്രി 240 പ്രാവശ്യം ഭൂമിയെ തകർക്കുവാനുള്ള 18,000 ആറ്റമായുധം ലോകത്തിനകത്ത്. എല്ലാ രാജ്യങ്ങളിലും ഹൈഡ്രജൻ ബോംബ് സഹിതം. എല്ലാവരും മനസ്സിലാക്കണം. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഓരോ രാജ്യങ്ങളിലും ലിസ്റ്റ് പറയാൻ പോകുന്നു. എല്ലാവരും മനസ്സിലാക്കണം. ഇന്ത്യക്കുമുണ്ട് ഹൈഡ്രജൻ ബോംബ്. ഇന്ത്യ ഹൈഡ്രജൻ ബോംബ്. ഏറ്റവും കൂടുതൽ ബോംബുള്ളത് റഷ്യ 4000, പുറകെ അമേരിക്ക 3000, അതിൻ്റെ പുറകെ ഇന്ത്യ 1000, ഫ്രാൻസ് 1000, കൊച്ചു രാഷ്ട്രമായ ബ്രിട്ടനും ഇസ്രയേലും 1000, പാകിസ്ഥാൻ്റെ 150. സകല രാജ്യങ്ങളിലും ഹൈഡ്രജൻ ബോംബ്. ഇനി അടുത്ത ടെക്നോളജി തമിഴ് മക്കൾ കേൾക്കണം. ഹൈ റേഞ്ച്. ഇനി ഒരു പ്ലെയിനും വേണ്ട, ഒരു വിമാനവും വേണ്ട, മിഗും വേണ്ട, മിറാഷും വേണ്ട. എന്തിനകത്താണെന്നറിയാമോ? ഇന്ന് ആകാശത്തിൽ ഒരുത്തൻ കറങ്ങുന്നുണ്ട്, ഹെലിക്കാം. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? കണ്ടോ? ആകാശത്ത് കറങ്ങുന്ന ഹെലിക്കാമിനകത്ത്
ഒരു ചെറിയ ആറ്റം ബോംബ് വച്ചാൽ GPS വഴി കുമിളി പട്ടണത്തിലിടാം. കരമുയർത്തിയാട്ട് മക്കളെ, സ്വോത്രം. കാലം തീരാറായി. പ്ലെയിൻ വേണ്ട, ട്രെയിൻ വേണ്ട, ഒരു തീവ്രവാദിയും വേണ്ട. ഈ ആകാശത്ത് കറങ്ങി നടക്കുന്ന ഹെലിക്കാം നിങ്ങളുടെ പടം പിടിച്ച് കറങ്ങുന്നതിനകത്ത്, അല്ലെങ്കിൽ ഡ്രോൺ, ഏറ്റവും നൂതന സംവിധാനമാണ് ഡ്രോൺ. കൊറിയർ സർവീസ് വരെ ഡ്രോണിലായി. ലോകം പേടിക്കുന്നു. ഡ്രോണിനകത്ത് GPS വഴി കോട്ടയത്ത് നിന്ന് അന്തരീക്ഷത്തിൽ കൂടെ വിട്ടാൽ കറക്റ്റ് ഞെക്കിയാൽ എവിടെ വീഴുമെന്നറിയാമോ? കുമിളിയിൽ വീഴും. ഒരു മലയാളം കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് കാർ ഓടിക്കുന്നത് എത്ര പേർ കണ്ടിട്ടുണ്ട്? റിമോട്ട് കാർ കരമുയരുന്നില്ലല്ലോ. ദാണ്ട് ഇങ്ങനെ ഭിത്തിയെ കയറും, കട്ടിലെ കീഴിൽ കയറുന്നത് പോലെ ഇന്ന് ലോക രാജ്യങ്ങൾ സാറ്റലൈറ്റിനകത്ത് ആറ്റം ബോംബ്. കൊറിയയുടെ കിങ് ജോങ്, അവൻ്റെ കയ്യിലും ഇരിക്കുക ആറ്റം ബോംബ്. അത് കഴിഞ്ഞിട്ട് അമേരിക്കക്കാരൻ്റെ പോക്കറ്റ് 2 റിമോട്ടാ. അവൻ പറയുന്നത് മര്യാദയ്ക്ക് ഇന്നില്ലേ ഞാൻ അന്തരീക്ഷം വഴി അയക്കും. ഒരു മലയാളം, നിങ്ങളുടെ വീട്ടിൽ സൺ ഡയറക്റ്റിൻ്റെ കുട മാത്രമേ ഇരിപ്പോളൂ. ഈ സൺ ഡയറക്റ്റ് എവിടുന്നാ കൊടുക്കുന്നതെന്ന് അറിയാമോ? നേരെ ചെന്നൈന്നാ. പക്ഷേ ചെന്നൈയിൽ നിന്നല്ല ഇവിടെ വരുന്നത്, സിംഗപ്പൂർ സാറ്റലൈറ്റ് വഴി പോയിട്ടാണ് ഇവിടെ വരുന്നത്. അതുപോലെ ഇന്ന് രാത്രി ലോകത്തിൻ്റെ ഏത് രാജ്യത്തു നിന്നും ആൻറ്റിനെ വേണ്ട, വയറും കയറുമില്ലാതെ ഡ്രോൺ വഴി എവിടെയും ബോംബിടാം. അങ്ങനെ ഒരു കാലം വരുന്നു. അങ്ങനെയെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ, 18,000 ആറ്റമായുധം ഇവിടെ പൊട്ടിയാൽ, സകല രാജ്യങ്ങളുടെയും കയ്യിൽ ആറ്റമായുധം ഇരിക്കുന്നു. 18,000 ആറ്റം പൊട്ടിയാൽ ഇടുക്കിയിലെ ദൈവകുഞ്ഞുങ്ങൾ കേൾക്കണം, മനുഷ്യന്റെ അവസ്ഥ എന്താകും. ഇതെങ്കിലും കേട്ട് മാനസാന്തരപ്പെടണം. വായിക്കുന്നു യെസക്കേൽ പ്രവചനം 39, 14, 15 വാക്യങ്ങൾ. ആറ്റമായുധം പൊട്ടിയാൽ, മോൻ വായിച്ച് സഹായിച്ചട്ടെ. യെസക്കേൽ 39, 14, 15. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടത്. 18,000 ആറ്റമായുധം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഡെയിലി വേജസ്, ശവം അടക്കാൻ ഡെയിലി വേജസ് വരുമെന്ന്. വന്നോ ആൻറ്റി, വന്നോ അയ്യാ. കോവിഡ് കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പെരിയാറിൽ നിന്ന് പോയ അച്ചായൻ മരിച്ചു. ആര് ശവം അടക്കി? തമ്പി വന്നില്ല, തങ്കച്ചി വന്നില്ല. അവിടെ നിന്ന് 108 ആംബുലൻസ് 6 ചെറുപ്പക്കാർ വന്ന് മാസ്കും വെച്ച് അവർ ശവം അടക്കി നിങ്ങളെ മൊബൈലിൽ കൂടെ കാണിച്ച്. കരം ഉയർത്തിയാട്ടയ്യാ, ഇത് അന്ത്യകാലം. ശവമടക്കാൻ ഡെയിലി വേജസിന് ആൾക്കാർ വരും. ഇത് തുടങ്ങിയതാ കോവിഡിനകത്ത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ ആറ്റമായുധം പൊട്ടിയാൽ, ഇനി തമിഴ് മക്കൾ കേൾക്കണം അടുത്ത വാക്ക്, വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. 7 മാസം കഴിയും. ആറ്റമായുധം പൊട്ടിയാൽ 3-ാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത്. 7 മാസം കഴിഞ്ഞ് പരിശോധന കഴിക്കും. ദാണ്ട കോവിഡ് അവസാനിച്ചപ്പം നിങ്ങളുടെ പെരിയാർ ആശുപത്രിയിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്. കേട്ടവർ മാത്രം. കോവിഡ് വന്നവർ വീണ്ടും ഡോക്ടറെ കാണണം, പോസ്റ്റ് കോവിഡ്. അതുപോലെ ആറ്റം പൊട്ടിയാൽ 7 മാസം കഴിഞ്ഞ് പരിശോധന. ഇന്ന് രാത്രി നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഇരിപ്പുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കണം. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പ്രസംഗിക്കുമ്പോൾ ഉക്രൈൻ്റെ പട്ടങ്ങളാ കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, സപ്രോഷ്യ, ഒഡേസ, അവിടെ എല്ലാം ഇങ്ങനെ ശവം കിടക്കുക. അതുപോലെ തന്നെ പലസ്തീനിലും കിടപ്പുണ്ട് ശവങ്ങൾ. ആ ശവത്തിൻ്റെ മേളിൽ കൂടെ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. 7 മാസം കഴിഞ്ഞിട്ട് അവർ പരിശോധിക്കുമ്പോൾ ആറ്റം പൊട്ടിയാൽ, വായിച്ചാട്ടെ അടുത്തത്, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ, ആറ്റം പൊട്ടിയാൽ മനുഷ്യാസ്തിയായി മനുഷ്യൻ ചിതറിപ്പോകും. മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ അടയാളം വെക്കും, ആരും അവരെ തൊടത്തില്ല. വണ്ടിപ്പരിയാറി കാറ് കേടായാൽ അതിൻ്റെ പുറകെ ഇലയും തോലും കെട്ടിവെക്കുന്നത് പോലെ ഒരടയാളം വെക്കും. പറഞ്ഞു തരാം, ഇതെല്ലാം കേൾക്കണം. ഇന്ന് രാത്രി എന്താ സംഭവം എന്നറിയാമോ? ഞങ്ങളുടെ നാട് കൊല്ലം ജില്ല ചാത്തന്നൂർ, അതിൻ്റെ തൊട്ടടുത്ത പരവൂർ, അവിടെ ഉത്സവം നടന്നു. പൊട്ടിയത് തോറിയോ ലിതിയോ യുറേനിയം പ്ലോട്ടോണിയോ ഒന്നുമല്ല. പൊട്ടിയത് ഏതാണെന്നറിയാമോ? പൊട്ടാസ്യം നൈട്രേറ്റ്. രാത്രിയിൽ 130 പേര് പരവൂർ കമ്പത്തിന് വന്ന് ഉത്സവത്തിനകത്ത് മരിച്ചു വീണത്. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ അതിൻ്റെ ബാക്കിയായിരുന്നു. കതിനാവെടി പൊട്ടി. ഞങ്ങളുടെ നാട്ടിൽ നടന്നത് എല്ലാവരും കേൾക്കണം. അരുമയാന നൽസെയ്തികൾ ഇടുക്കിയിലെ കുഞ്ഞുങ്ങൾ, ഹൈറേഞ്ച് മക്കൾ കേൾക്കണം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കണ്ടത്, ഉത്സവം കാണാൻ വന്നവരുടെ കൈ വേറെ, കാല് വേറെ, ശരീരം വേറെ താകടക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഈ 18,000 ആറ്റമായുധം പൊട്ടിയാൽ കൈയും കാലും വേറെ കിടക്കും. ആരും അതിനെ തൊടത്തില്ല. പേടി, ആറ്റം റിയാക്ടർ, റേഡിയേഷൻ. അങ്ങനെയെങ്കിൽ അവരുടെ ശരീരം, അടുത്ത വായിച്ചാട്ടെ, ഞങ്ങളുടെ നാട് അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോ താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. കിടക്കുന്ന എല്ലിന് ഹാമോൻ ഗോഗ് താഴ്വര. ഇനി അടുത്തത്
നിങ്ങൾ കേട്ടോണം, എല്ലാവരും തമിഴ്നാട്ടുകാർ കേട്ടോണം. എന്താ കാര്യം? ഞങ്ങളുടെ നാട്ടിൽ ഇത് നടന്നു. പലരെ ശരീരം ഒട്ടിച്ചു കൊടുത്തു. ബാക്കി റേഡിയസ് കേൾക്കാതെ കൊല്ലത്തെ കടലിൽ കൊണ്ടുപോയി എന്തോ ഇതിനെ കുത്തിത്താത്തു. ഇനി രണ്ടാമത്തെ കാര്യം, തമിഴ് മക്കൾ LTT നേതാവ്, അദ്ദേഹത്തിൻ്റെ പേരാ വേലുപ്പിള്ള പ്രഭാകരൻ. യാർത്തരിയും അദ്ദേഹത്തെയും മകനെയും ഭട്ടിക്കോലാവായിൽ കൊന്നുകളഞ്ഞത് ക്ലസ്റ്റർ ബോംബ്. വേലുപ്പിള്ള പ്രഭാകരനെയും മകനെയും ആ ഭട്ടിക്കോലാവായിൽ അവർ മരിച്ചു വീണ് കിടന്ന് ആരും തൊട്ടില്ല. ടാർപ്പയിട്ട് മൂടി വെച്ചിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ശ്രീലങ്കയുടെ പട്ടാളക്കാർ വന്നു. എന്നിട്ട് ആ ടാർപ്പ മാറ്റി, എന്നിട്ട് 4 കിലോമീറ്ററിനകത്ത് ഭട്ടിക്കോലാവയിലല്ല ജാഫ്നയിലെ കടലിടുക്കിൽ കൊണ്ടുവന്ന് റേഡിയസ് കേൾക്കാതെ BBC കാണിച്ചു. വേലുപ്പിള്ള പ്രഭാകരൻ്റെയും മകൻ്റെയും ഡെഡ് ബോഡി അവിടെ അടക്കിയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 18,000 ആറ്റമായുധം പൊട്ടിയാൽ ഹൈറേഞ്ച് മക്കള് ഇന്ന് രാത്രി വീട്ടിനകത്ത് അടക്കത്തില്ല, സെമിത്തേരിയിൽ അടക്കത്തില്ല, പള്ളിയുടെ മുറ്റത്ത് അടക്കത്തില്ല. ഇന്ന് രാത്രി റേഡിയേഷനേക്കാതെ മുല്ലപ്പെരിയാർ ആറ്റിൻ്റെ കരയിലോ അല്ലെങ്കിൽ ചെങ്കുളത്തെ ആറ്റിൻ്റെ കരയിലോ പന്നിയാറിൻ്റെ കരയിലോ നിന്റെ ശരീരം കൊണ്ടുപോയി അടക്കുന്ന ഒരു കാലം വരും. ഇന്നത്തെ രാത്രി ഹൈറേഞ്ചിലെ മക്കളോട് പറയുന്നത്, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുരിശു വെക്കത്തില്ല, കുന്തിരിക്കം കിട്ടത്തില്ല, മെത്രാൻ വരത്തില്ല, പട്ടക്കാരൻ വരത്തില്ല, അച്ഛൻ വരത്തില്ല. നിന്റെ ശരീരം വഴിയരികെ പൊട്ടിക്കിടന്ന് ഇടുക്കിയുടെ ഹല്ലേലൂയ വെള്ളത്തിനകത്ത് കുത്തി താക്കുന്ന ഒരു കാലം ഇവിടെ വരാറാ. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി ഓ ഹല്ലേലൂയ ഡൈമൊക്കെ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്ന രക്ഷാ ദിവസം. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആറ്റം പൊട്ടിയാൽ, കേൾക്കണേ, നിങ്ങളിതെല്ലാം പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. കർത്താവ് വരാറായി. ആറ്റം പൊട്ടിയാൽ എന്ത് സംഭവിക്കും? മനുഷ്യ ശരീരത്തിന്. വായിക്കാം, സെക്കരിയാ പ്രവചനം 14:12. സെക്കരിയാ പ്രവചനം 14:12. ആറ്റം പൊട്ടിയാൽ. വായിച്ചിട്ട് മോനെ, സെക്കരിയാ പ്രവചനം 14:12. ആറ്റം പൊട്ടിയാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ. ഇന്നലെ ഞാൻ പറഞ്ഞ വൈറ്റ് ഫോസ്ഫറസ്. അടുത്ത കേട്ടോ, അടുത്ത അവർ നിവർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. കിടക്കുന്ന ആറ്റം പൊട്ടിയാൽ മാംസം ചീഞ്ഞഴുകും, ബോഡിയിൽ ഇൻഫെക്ഷൻ വരും. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ നൂന്ന് നിൽക്കത്തില്ല. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. യെരൂശലേമല്ല, അതിങ്ങോട്ട് ഇടുക്കിയിലും വരും. അത് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. തടത്തിൽ തന്നെ ചീഞ്ഞഴുകും. വചനം കേൾക്കണം. എന്താ ക്ലിയർ ആക്കി തരാം, പറയണം. ഈ കാസർഗോഡ് എന്നൊരു ഡിസ്ട്രിക്റ്റ് ആരും കേട്ടിട്ടുണ്ട്? കാസർഗോഡ്, കരമുയർത്താം. അവിടെ കശുമാവിനൊരു സ്പ്രേ അടിച്ചു, എൻഡോസൾഫാൻ. കേട്ട ആരുണ്ട്? ഇടുക്കിക്കാർ കരമുയർത്തിയാട്ടെ. അടിച്ചിട്ട് കൊല്ലങ്ങളായി. കാസർഗോഡ് കശുമാവും വെട്ടിക്കളഞ്ഞ്. പക്ഷേ ഇന്നും കാസർഗോഡ് ജനിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു സൈഡ് ആ എൻഡോസൾഫാൻ്റെ എഫക്റ്റാ, കണ്ണുന്തിയും കവിളുന്തിയും നിൽക്കുന്നു. അവരെ സെക്രട്ടേറിയറ്റിൽ ഇട്ടിട്ടായി സമരം നടക്കുന്നത് കാസർഗോഡിൽ. കൊല്ലങ്ങൾക്ക് മുമ്പ് അടിച്ചതാ. ഇന്ന് കശുമാവുമില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ആറ്റം പൊട്ടിയാൽ, എല്ലാവരും കേൾക്കണം. ഹിരോഷിമ, നാഗസാക്കി. അന്ന് ആകാശത്തിലൊരു വിമാനം, എനാഗുള. ആ വിമാനത്തിൽ ഇത് ബോംബ് വീണ് കുഞ്ഞുങ്ങൾ വിചാരിച്ച നല്ല മഴവില്ലാന്ന്. ആ കുഞ്ഞുങ്ങൾ എന്തോ ഇതെന്നറിയാമോ? ഒരു കാര്യം ചെയ്തു. ഈ ബോംബ് വീഴുന്നത് കണ്ട് സന്തോഷത്തോടെ ഇരുന്നു. പക്ഷേ ബോംബ് വീണപ്പം ഭയങ്കര ചൂട്. പെട്ടിയും കളഞ്ഞു, ചോറും കളഞ്ഞു. കുഞ്ഞുങ്ങൾ എവിടെ ചാടി? ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ ചാടി. നാട്ടുകാരെ വളരെ സ്പീഡ് കുറച്ച് പറയുന്നു. കടലിൽ ചാടിയപ്പോൾ കടൽ വെള്ളം 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തിളച്ചു. കുഞ്ഞുങ്ങളുടെ കണ്ണ് തടത്തിൽ നിന്ന് ഉരുകിയിറങ്ങി. ജപ്പാൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഒന്ന്, മനുഷ്യന് നിവരാൻ പറ്റത്തില്ല, മാംസം ചീഞ്ഞഴിഞ്ഞു പോകും. 2, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ. അടുത്ത വാക്ക് മോനെന്ന് വായിച്ചാട്ടെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. എന്താ നാവ് ചീഞ്ഞഴുകാൻ കാര്യം? ഇത് സാധാരണ കെമിക്കലല്ല. പെരിയാർ മക്കൾ കേൾക്കണം. കമ്പത്തിലെ നൈറ്റിക്ക് മാങ്ക പറിച്ചിട്ട് അണ്ണ സ്പ്രേ പോട്. സന്തോഷമില്ലല്ലോ. രാവിലെ പെരിയാർ വരുമ്പോൾ അരിമയാന മാങ്ക കോട്ടൂക്കോണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുപോലെ ആറ്റമായുധം പൊട്ടിയാൽ
എൻ്റെ പൊന്ന് ചേച്ചി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ പാടുന്ന വായ് പഴുത്തു പുഴുത്തു പോകുമെന്ന് ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര, അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വാളുണ്ടായിരുന്നു. അതിനുശേഷമല്ല മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ അവന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ആറ്റമായുധം പൊട്ടിയാൽ ഇന്ന് രാത്രി അടുത്ത ചരിത്രം. ഇന്ന് ഇറാന്റെ കയ്യിൽ ഒരു മിസൈലുണ്ട്. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇറാന്റെ മിസൈൽ. ഇറാന്റെ മിസൈൽ പരീക്ഷണം ഇസ്രയേൽ ഞെട്ടുന്നു. അതിൻ്റെ പേരാ ഷഹാബ് 3. 1500 കിലോമീറ്റർ ആയിരുന്നു അത്. പക്ഷേ ഇന്ന് ഇറാന്റെ കയ്യിൽ 6000 കിലോമീറ്റർ വേഗതയുള്ള മിസൈൽ. അമേരിക്കയിലെ കാനഡയുടെ ടൊറന്റോ മുതൽ ജമ്മു കാശ്മീർ വരെ മിസൈൽ. ഇത് കണ്ട് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു വേദന. അവൻ അയച്ചാൽ ഇസ്രയേൽ തീരും. എല്ലാവരും കേൾക്കണം. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആരെ വിളിച്ചു? അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചു. ഇറാൻ്റെ കയ്യിൽ മിസൈലുണ്ട്, നമ്മുടെ മണ്ടയ്ക്ക് അവൻ അടിക്കും. ആ സമയത്ത് ഇസ്രയേലിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇടുക്കിയിലെ നേഴ്സുമാർ സൈറൺ കേൾക്കുമ്പോൾ ഭൂമിക്ക് അണ്ടർഗ്രൗണ്ടിൽ കേൾക്കുന്നവർ അണ്ടർഗ്രൗണ്ടിൽ കയറ്റാം. അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു, എത്ര ദിവസം അണ്ടർഗ്രൗണ്ടിൽ കയറ്റും? പറ്റത്തില്ല. അപ്പോൾ ഇസ്രയേലിൻ്റെ ആൾക്കാർ പറഞ്ഞു, റെഡി, ഞങ്ങൾ നോക്കട്ടെ. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിൽ 1 കോടി പേർക്ക് ഒരു കുപ്പായം കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് റേഡിയേഷനേക്കാത്ത കുപ്പായം. ദാണ്ട് ഇവിടെ മൈക്ക്, ആംപ്ലിഫയർ, ടെലിവിഷൻ്റെ സാധനം, ഇതെല്ലാം സോൾഡർ ചെയ്യുന്ന കടയിൽ ചെയ്യുള്ളത്. അവിടെ ഒരു കർത്തീയമുണ്ട്, ലെഡ്. ആ ലെഡ് കൊണ്ട് 1 കോടി പേർക്ക് ഇന്ന് കുപ്പായം ഉണ്ടാക്കി ഇസ്രയേലിനകത്ത്. എന്നിട്ട് അവരെന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്രം. അവരെന്താ ചെയ്തതെന്നറിയാമോ? സ്വോത്രം. എന്താ ചെയ്തത്? ഈ മരിച്ച ഡെഡ് ബോഡി അവരെ ഈ നമ്മൾ ഈ സെറ്റർ ഇവിടെ ഇടുക്കി ഇടുന്ന പോലെ ഇട്ടു, സീനായി കൊണ്ടുപോയി. എന്നിട്ട് ആകാശത്തിൽ നിന്ന് യുദ്ധവിമാനത്തിൽ നിന്ന് റേഡിയേഷൻ കൊടുത്തു നോക്കി. പക്ഷേ മരിച്ച ബോഡിയിൽ റേഡിയേഷൻ കയറിയില്ല. ആദ്യത്തെ ശാസ്ത്രജ്ഞനാരാ? കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാന്നോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാന്നോ? അല്ലെ കപ്പലിൻ്റെ ദൂരം കണ്ടുപിടിച്ച നമ്മുടെ കൊളംബസാന്നോ? അവനൊന്നുമല്ല ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ഇന്ന് സാമൂഹ്യയിൽ പറഞ്ഞു കേട്ടില്ലയോ? ചേട്ടനെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് ഒരുവനുണ്ടായിരുന്നു, യാക്കോബ്. മിണ്ടുന്നില്ല. അപ്പോൾ എവിടെ ചെന്നു? ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ്റെ മക്കളുടെ ഫോട്ടോ എല്ലാം കൊടുത്ത് തിരുമണം കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വോത്രം. ആദ്യം അവൻ മഹാകള്ളനായിരുന്നു. അതുകൊണ്ട് വയസ്സായ അപ്പനെ പറ്റിച്ചോണ്ട് ആദ്യം കണ്ണ് മങ്ങിയ ലേയെ കിട്ടി. കൊടുത്താൽ കൊല്ലത്തല്ല ഹൈ റേഞ്ചിലും കിട്ടും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. യാക്കോബ് +2 പാസ്സായിരുന്നു. അവൻ്റെ അമ്മായിയപ്പൻ ലാബാൻ PhD എടുത്തത് ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. സ്വോത്രം. അതുകൊണ്ട് അവനെ പറ്റിച്ചത്. പിന്നെ അതിനുശേഷം റാഗേലിനെ കിട്ടി. അന്നേരം എന്തോ ഇത് ഹൈ റേഞ്ചിലെ കണക്ക്, തേയിലയുടെ വില പോയി, റബ്ബറിൻ്റെ വിലയും പോയി, ആടുകൾക്ക് കുളമ്പ് രോഗമായി. ചന്തയിൽ പോയിട്ട് ആടിനും രക്ഷയില്ല. ഉടനെ ലാബാൻ യാക്കോബിന് പറഞ്ഞു, നീ പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത, LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. അവൻ്റെ തലയിലോട്ട് കൊടുത്തു. യാക്കോബ് ഒരു പരിപാടി ചെയ്തു. എന്തോ ഇത്? ആട് വെള്ളം കുടിക്കാൻ വന്നു. ഉച്ചയ്ക്ക് ഞെരിഞ്ഞിൽ വടി, പുന്നവടി കാടിക്കകത്ത് മാറ്റി കൊടുത്തു. ആടുകൾ പേടിച്ച് ചെനയറ്റു. 6-ാം മാസം കറുത്താടും വരയാടും. അപ്പോൾ ആടിനെ കളർ മാറ്റിയത് ആരാ? ഗാന്ധിജി യൂണിവേഴ്സിറ്റിയാണോ? പെരിയാർ മെഡിക്കൽ കോളേജുകാരനാണോ? അല്ലെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയാണോ? ആട്ടിന് കളർ മാറ്റിയവനാ യാക്കോബ്. അവൻ്റെ കൊച്ചുമക്കളായ ഇന്നത്തെ ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ. സ്വോത്രം. അതുകൊണ്ടാ അവനോട് ആര് നിൽക്കാൻ പറ്റത്? ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ കേൾക്കണം. ഞങ്ങളുടെ ബദേൽ ഫെസ്റ്റ് 2-ാം രാത്രി ഞങ്ങളിവിടെ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിൽ 1 കോടി പേർക്ക് റേഡിയേഷനേക്കാതെ കുപ്പായം. നമുക്ക് വല്ല കുപ്പായം ഉണ്ടോ? കുപ്പായം പോട്ട് അരിവില കേട്ടിട്ട് നെഞ്ചുവേദന എടുക്കുന്നു. വെളുത്തുള്ളിയുടെ വില കേട്ടിട്ട് ഒരു ഗവൺമെൻറ് വന്നാലും രക്ഷയില്ല. എന്നാൽ ഇന്ന് രാത്രി ഡൈമുക്കിലെ ദൈവമക്കളോട് പറയുന്നു, നമുക്കൊരു കുപ്പായം കിട്ടി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ചു. പടയാളികൾക്ക് യേശുവിൻ്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ അടക്കി ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുത്ത ബാറോട്ടലുകാരന് ഇഷ്ടം പോലെ കാശ് കിട്ടി. എന്നാൽ കാൽവറിയിൽ കൂടി നമുക്കൊന്ന് കിട്ടി, രക്ഷയുടെ കുപ്പായം. കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാടും, പൊന്മണി മാലയവൻ എനിക്ക് തരു ശുഭ്രവസ്ത്രം നാഥനല്ല ധരിപ്പിക്കും. യഹൂദന് ലഡിൻ്റെ കർത്തിയം കിട്ടിയെങ്കിൽ നമുക്കൊരു കുപ്പായം കിട്ടി, രക്ഷയുടെ കുപ്പായം. രക്ഷയുടെ കുപ്പായമുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 2 കാര്യം കൂടെ പറയുമെന്ന് നിർത്തും. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 1 ആറ്റം പൊട്ടും, 2 മനുഷ്യൻ്റെ ശരീരം വഴിയരികെ അടക്കം ചെയ്യാൻ ആരും കാണത്തില്ല. ഫോർക്ലിഫ്റ്റിനകത്ത് കൊത്തിയെടുത്ത് എവിടെ കൊണ്ടുപോകും? കടലിൻ്റെയും നദിയുടെയും വെള്ളത്തിൻ്റെ ഇടയിൽ റേഡിയേഷൻ കേൾക്കാതെ. ആറ്റം പൊട്ടിയാൽ
മനുഷ്യൻ്റെ കണ്ണ് തടത്തിൽ, ശരീരം ചീഞ്ഞഴിയും, അതിനുശേഷം നാവ് പഴുത്തു പുഴുത്തു പോകും. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? ആത്മാവ് സഭകളോട് പറയുന്നത് ഈ രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. തമിഴ് മക്കളെ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാപ്പാട് എന്നതാ കിടക്കും. വായിക്കാം, വെളിപ്പാട് 6:5-6 വാക്യങ്ങൾ വായിച്ച സഹായിച്ചിട്ട് മോനെ. വെളിപ്പാട് 6:5-6. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. ദാ കിടക്കുന്ന 2 ചുവന്ന കുതിര അന്യോന്യം കൊല്ലുവാൻ. അടുത്തത് കറുത്ത കുതിര. വായിച്ചട്ടെ. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു തുലാസ് கையில் பிடிச்சிருக்குது. அதான் திராசு தாண்டு பார்கோடு இங்கே இருக்குது. உக்கார் அருமையான ஊழியக்காரர் சுபாஷ் பாஸ்டர். நான் முன்னாடி ஒரு 5 கொல்லம் பெரியார் வந்துடுது. ஒரு பேனை வேடிக்காமல் போயால் பெங்கொச்சு பேனை தரும் 12 ரூபா கொடுக்கையா. அந்த காலம் முடிஞ்சாச்சு. പേന അങ്ങോട്ട് കാണിക്കുമ്പോൾ കീ കൂക്കു ഒറ്റയടി. സന്തോഷമില്ലല്ലോ. ഇതിൻ്റെ പേരാ ബാർകോഡ്. ഇതാ കണ്ടത് ക്ലിയറാ. ഒരു തുലാസ്, അതിൻ്റെ പേരാ 1 വൈമൻ സ്കെയിൽ. അതിൻ്റെ അടി GSTയും കാണും, CGSTയും കാണും. அது வெளிநாட்டுக்கு இந்த செய்திகளை கொடுக்குது, வெளிநாட்டில் இருக்குது. அங்கே அவருக்கு கொடுக்குது வாட்டு வால்யூ ஆர்டர் டாக்ஸு. സകലവും കമ്പ്യൂട്ടർ വില നിശ്ചയിക്കും. ആയില്ലേ അമ്മമ്മേ? എല്ലാം കമ്പ്യൂട്ടറായില്ലോ. പെട്രോള്, ഡീസല്, ചീപ്പ്, സോപ്പ്, സർപ്പ്, പണ്ടല്ലയോ സ്വോത്രം, എല്ലാം വില നിശ്ചയിക്കും. പാലിൻ്റെ വില പോലും ചിന്നമ്മ പറയണ്ട. മിൽമയുടെ പാലെടുത്ത് പെങ്കൊച്ചൊറ്റയടി 28 കൊടുക്കയ്യ പോങ്കയ്യ. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇതാ 1 വൈമൻ സ്കെയിൽ. ദാണ്ടെ കേട്ടോണം. സകലതും കമ്പ്യൂട്ടർ വില ചോദിക്കും. ഒരു തുലാസ് കയ്യിൽ. അടുത്ത വാക്ക് ഒരു പണത്തിന് ഒരു പണത്തിന് ഒരിടങ്ങഴി കോതമ്പ്. ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ദാ കിടക്കുന്ന കമ്പ്യൂട്ടർ ആഹാര സാധനങ്ങളുടെ വില നിശ്ചയിക്കും. ക്ലിയർ ആയില്ലയോ? അതാ ഇന്നത്തെ ഈ പോസ്. ഇടുക്കിയിലെ മക്കൾ റേഷൻ മേടിക്കാൻ പോകും. കൈവെക്കും. 4 കിലോ പച്ച, 2 കിലോ കൊത്ത്, മണ്ണെണ്ണ ആട്ടയൊക്കെ എന്നേ പോയി. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇങ്ക പക്കത്തിൽ നമ്മ ബോധകർ ഇരിക്കുന്നത് പെരിയ പാസ്റ്റർ. പണ്ടത്തെ കാലത്ത് இந்த റേഷൻ ഷോപ്പിൽ എന്ന് പറയും, ഞങ്ങൾ സഭയ്ക്കുള്ള മാസയോഗം നടക്കുന്നത് ഒരു 50 കിലോ അരി തരണമെന്ന്. അപ്പോൾ റേഷൻ കടക്കാരൻ പറയും, പാസ്റ്റർ ഇപ്പം പൊക്കോ, 7:30 മണിക്ക് ബൈക്കുമായിട്ട് വന്നാൽ മതി, കട പൂട്ടുമ്പോൾ ഞാൻ പുറകെ വെച്ച് തരാമെന്ന്. സ്വോത്രം സ്വോത്രം. ഇപ്പം പെരിയാർ റേഷൻ കടയിൽ ചെന്നാൽ 50 കിലോ അരി ചോദിച്ചാൽ, അയ്യാ കട പൂട്ടിക്കാതെ വந்த വഴിയപ്പോൾ വേണേ ഒരു ടീയുടെ മേടിച്ച് തരും. സ്വോത്രം. ക്ലിയർ ആയില്ലേ അമ്മമ്മേ? കൈവച്ച് കാര്യം. വായിച്ചത് ഒരു പണത്തിന് ഒരിടങ്ങടി ഗോതമ്പ്, ഒരു പണത്തിന് ഒരു ഇടങ്ങഴിയാവും. ഇവർ കാട്ടാക്കടക്കാരാ, ഞാൻ കൊല്ലം ജില്ലക്കാരനാ. 2017 കാട്ടാക്കട കട്ടക്കോട് ഞാൻ ഒരു കൺവെൻഷൻ, അസംബ്ലീസ് ബോർഡിൻ്റെ കൺവെൻഷൻ പറഞ്ഞു, റേഷൻ കൈവച്ച് മേടിക്കുമെന്ന്. സ്വോത്രം. 2017 16 കട്ടക്കോടിനടുത്ത് പാലയിൽ ഞാൻ പ്രസംഗിച്ചാൽ പറഞ്ഞു, റേഷൻ കൈവച്ച് മേടിക്കുന്നു. അവിടെ സ്റ്റേജിൽ ഇരുന്ന പാസ്റ്റർമാരെല്ലാം പറഞ്ഞു, ഈ പാസ്റ്റർ പഠിച്ചെന്തോ തലേ നട്ടുപോയതാണ്. സ്വോത്രം. ഇത് പ്രവചനമൊന്നും അല്ലായിരുന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇൻഫോസിസ് ജോലി ചെയ്യുന്ന 2 കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ റേഷൻ കാർഡ് വെച്ച് കൈവച്ച് ഈ പോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വളരെ താമസിയാതെ കൈവച്ച് റേഷൻ മേടിക്കും. സ്വോത്രം. അതാ ഞാൻ പ്രസംഗിച്ചത്. ഞാൻ 2017 പ്രസംഗിച്ചു പോയി. 2 വർഷം അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് റേഷൻ കട. പൊന്നച്ചായനും ചിന്നമ്മാമയും മറിയാമ്മച്ച എടുത്തി കീ കൂക്കു. 4 കിലോ 2 കിലോ 3 കിലോ. സ്വോത്രം. ഇതാ ബൈബിള്. വായിച്ചത് കേട്ടോ. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. ഞങ്ങളുടെ വായിക്കുന്ന മോൻ എത്ര ക്ലിയറായിട്ട് വായിക്കുന്നു. 4 വർഷം മുമ്പ് 2020 കോവിഡിന് തൊട്ട് മുമ്പിട്ട് കോട്ടയം ചുങ്കം കൺവെൻഷൻ, അവിടെ കർത്താവിൻ്റെ വരവ് ഞാൻ പ്രസംഗിക്കുക. ന്യൂ ഇന്ത്യ ചർച്ച കൊണ്ട് കൺവെൻഷൻ. 2-ാം ദിവസം 1-ാം മുദ്ര, 2-ാം മുദ്ര, 3-ാം മുദ്ര, സഭയെടുക്കപ്പെട്ട മുദ്രയെ പറ്റി പ്രസംഗിക്കുക. ഒരു പയ്യൻ്റെ പാസ്റ്ററിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് വയ്ക്കുന്ന പയ്യനാ. അവ ഒരു വായിക്കുക, ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. സ്വോത്രം. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഞാൻ ബൈബിൾ തുറക്കാറില്ല. അപ്പോൾ ഇടവേളയ്ക്കാണ് കാണിക്ക എടുക്കുന്നത്. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, യവൻ്റെ കൈ ഏത് ബൈബിളാണ് പാസ്റ്റർ ഇരിക്കുന്നത്, നാട്ടുകാർ കേൾക്കും. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി? താണ്ട് അവൻ വായിച്ച കേട്ടില്ലയോ, ഒരു പണയത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണയത്തിന് ഒരിടങ്ങഴി യവം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എന്നോട് മിണ്ടരുതേ, അവൻ കൊച്ചമറ്റം ഫൈനാൻസിൽ പണയം എടുക്കാതിരിക്കുന്നവനാ. സ്വോത്രം. എപ്പോൾ നോക്കിയാലും അവന് പണയം.
എനിക്കിപ്പോഴും ഉണ്ട്. കോട്ടയത്ത് ചുങ്കത്ത് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്കിപ്പോഴും വരും. നമ്മുടെ മോൻ എത്ര ക്ലിയറായി വായിച്ചു. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. എല്ലാ സാധനങ്ങളുടെയും വില കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ഞാൻ വരാൻ പോകുന്ന കുപ്പിവെള്ളത്തിലേക്കാണ്. ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെടണം. അടുത്തത് എണ്ണയ്ക്കും, വായിച്ചാട്ട് മോനെ, എണ്ണയ്ക്കും വീഞ്ഞിന് കേടുവരുത്തരുതെന്ന് നാല് ജീവികളുടെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണ എന്താണെന്നറിയാമോ? എണ്ണ, ആ ക്രൂഡ് ഓയിൽ. ഇടുക്കി എത്ര ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. ദൈവദാസന്മാർ വിട്ടിട്ടുണ്ട്. പെട്രോൾ പമ്പ് അടച്ചോ? അയ്യ, അടയ്ക്കത്തില്ല, എണ്ണ കിട്ടും. 2 വീഞ്ഞ്. വീഞ്ഞ് തമിഴിലും പറയാം, മലയാളത്തിലും പറയാം. മരുന്നാ വീഞ്ഞ്. കോവിഡ് കാലത്ത് ഇടുക്കി മരുന്ന് കിട്ടാതിരുന്നു. വാട്സപ്പ് അടിച്ചപ്പം നിങ്ങളുടെ വീട്ടിൽ മരുന്ന് കൊണ്ട് തന്നു. സ്വോത്രം. ബൈബിൾ പ്രവചനം നിവർത്തിയായില്ലയോ? എല്ലാം അടഞ്ഞാലും എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഇനിയുള്ള കാര്യങ്ങൾ ചേച്ചിമാർ, അണ്ണന്മാരെല്ലാം നോട്ട് ചെയ്യണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കുപ്പിവെള്ളം റേഷൻ കടയിൽ കിട്ടും. വായിക്കാം എസക്കേൽ പ്രവചനം. എല്ലാം ബൈബിളിലുണ്ട്. എസക്കേൽ പ്രവചനം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. മോൻ വായിച്ചാട്ടെ. എസക്കേൽ പ്രവചനം 4:10-11. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കെൽ തൂക്കമായിരിക്കണം. കിടക്കുന്നു. സകല സാധനത്തിന്റെ മുകളിലും വെയിറ്റ് എഴുതി വരും. കണ്ടോ? പണ്ടത്തെ ബ്രെഡിന്റെ പാക്കറ്റ് വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു പുണ്ണാങ്കും ഇല്ലായിരുന്നു. സ്വോത്രം. ഇന്ന് ബ്രെഡിന്റെ പാക്കറ്റ് എഴുതിയിട്ടുണ്ട് 450 ഗ്രാം. ചെറിയ ബ്രെഡ് 250 ഗ്രാം. മിണ്ടുന്നില്ലല്ലോ അണ്ണാ. സ്തോത്രം. ഇത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് 500 ഗ്രാം, 100 ഗ്രാം മുഴുവൻ പാക്കറ്റിനകത്ത്. തീർന്നില്ല, എല്ലാം വെയിറ്റ് വരും. തീർന്നില്ല. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 20 ശേക്കൽ. അതാ സകല സാധനങ്ങളും കമ്പ്യൂട്ടർ വഴി വെയിറ്റ് കൊടുക്കും. ഇതാ കിടക്കുന്നു. ബ്രെഡിനകത്ത് വെയിറ്റ്, അരിക്കകത്ത് വെയിറ്റ്, എല്ലാം. പാൽ പാക്കറ്റിനകത്ത് വരെ എഴുതി വരും 300 ml. കുടിക്കുന്ന വെള്ളത്തിനകത്ത് എഴുതി വരും. സകലതും വെയിറ്റ് ആയി കഴിഞ്ഞു. നീ ഭക്ഷിക്കുന്ന ആഹാരം ഒരു ദിവസത്തേക്ക് 200 ശേക്കൽ. സമം ശേക്കൽ ഇസ്രായേലിൻ്റെ തൂക്കം. 200 ശേക്കൽ 200 ഗ്രാം. അതിനാസ്പദമായ കവർ ചപ്പാത്തിയും ആട്ടിയ മാവും. സന്തോഷമില്ലല്ലോ? ഇടുക്കിയിൽ ഏത് കവർ ചപ്പാത്തി മേടിച്ചാലും എത്ര? 10 ചപ്പാത്തി. നാം 2, നമുക്ക് 2 കുളന്തയിരിക്കുന്നത്. സ്വോത്രം. ഈ 2 അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഈ 8. വല്യപ്പനും വല്യമ്മയുണ്ട്, വേണേ ഓരോന്ന് കൊടുക്കാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എവിടെ ചെന്നാലും मैनेज किया नॉर्थ इंडिया में, उधर भी परमेश्वर का संदेश देने के लिए गया. उधर भी उन लोगों को पूछा, बेटा चपाती दे दो. उसी कवर का अंदर भी 10 चपाती है. കഴിഞ്ഞ നാൾക്കളിൽ തിരുനെൽവേലി, ആണ്ടിപ്പട്ടി, രാജപാളയം, ശങ്കരമംഗലം, പിന്നെ சொரண்டை, ആലങ്കുളം, அந்த பெரிய கன்வென்ஷனுக்கு CSI நான் செய்தியை கொடுക്കാൻ പോയി. அங்கே താമസിച്ച് അച്ഛനോട് ചോദിച്ച്, എങ്ക കവർ ചപ്പാത്തി എത്ര ഇരിക്കുന്നത്? അച്ഛൻ പറഞ്ഞ്, പോതകരെ 10 ചപ്പാത്തി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കൂടുതൽ വേണേ ഓർഡർ കൊടുക്കണമെന്ന്. സ്വോത്രം. തിരുവനന്തപുരം, ആലങ്കുളം, சொரண்டை, ശങ്കരൻ കോവിൽ, ഇവിടെല്ലാം ഞാൻ പോയി പ്രസംഗിച്ചു. അവിടുന്ന് ഇച്ചിരി തമിഴ് പഠിച്ചത്. അരുമയാണ് വാർത്തകൾ ചൊല്ലുംപടിയായ ഉലകത്തിൻ മുടിവും കലേശിക്കാല ചെയ്തികളും തമിഴ് കൂട്ടത്തേക്ക് ചെയ്തു കൊടുത്തു. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടെയും ഇത് കണ്ടോ. സകല സ്ഥലത്തും ഫുഡ് പാക്കറ്റ് വെയിറ്റ്. ദാണ്ട് ഇവിടെ കുമിളി ആട്ടിയ മാവ് കിട്ടും. അമ്മാമ്മ എത്ര വളച്ച് ചൂട്ടാലും 25 പൈസ ചൂട്ടാലും 10 കൂടുതൽ ചൂടാൻ പറ്റിയല്ല. സ്വോത്രം. ഇതെല്ലാം 2. കേട്ടോണം നിങ്ങൾ. മാനസാന്തരപ്പെടുന്ന കർത്താവിൻ്റെ വരവ്. കേരളത്തിൽ കുപ്പിവെള്ളം റേഷൻ കടയിൽ കിട്ടുന്നതിൻ്റെ കാര്യം പറയുന്നത്. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. വെള്ളവും അളവ് പ്രകാരം. വെള്ളവും അളവ് പ്രകാരം. അടുത്തത് ഹീനിൽ 6 ഒരു ഓഹരി നീ കുടിക്കണം. ഇന്ന് രാത്രി ഇനി നിങ്ങൾ കരമുയർത്തണം. ഇന്നലെ രാത്രി ഞാൻ രക്തമഴയുടെ കാര്യം പറഞ്ഞല്ലോ. രക്തമഴ പെയ്താൽ കേട്ടോണം മക്കളെ, തായെ തകർപ്പരെ തങ്കച്ചി, കിണറ്റിനകത്ത് രക്തവെള്ളം, റോഡിൽ രക്തവെള്ളം, പെരിയാറിൽ രക്തവെള്ളം, മുല്ലപ്പെരിയാറിൽ രക്തവെള്ളം. അങ്ങനെയെങ്കിൽ ഫിൽട്രേറ്റ് ചെയ്ത വെള്ളം തല എണ്ണി മനുഷ്യന്റെ കരങ്ങളിലെത്ത്. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, റേഷൻ കടയിൽ കുപ്പിവെള്ളം കരമുയർത്തുന്നവർക്കായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. 2000 കൊല്ലങ്ങൾക്ക് പത്മോസിന്റെ ഏകാന്തതയെ യോവാൻ അപ്പോസ്തലൻ കടന്നപ്പോൾ ഇങ്ങനെ എഴുതി, വെള്ളമളവ് പ്രകാരം. അതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങി. കർത്താവ് വരാറായോ? ഇടുക്കിയിലെ ദൈവമക്കൾ കേൾക്കണം. റേഷൻ കടയുടെ പേര് മാറാൻ പോവുക. കെ സ്റ്റോർ.
കെ സ്റ്റോറിൻ്റെ പ്രത്യേകത എന്താ? ഇനി തേയില സ്റ്റോറിനകത്താണ് കിട്ടാൻ പോകുന്നത്. പാം ഓയിൽ, എണ്ണ, ഇതെല്ലാം സ്റ്റോറിലേക്ക് മാറാൻ പോവുക. കുടിവെള്ളം റേഷൻ കാർഡ് അനുസരിച്ച് കൈവച്ച് പതിപ്പിച്ച് കൊണ്ടുപോകുന്ന കാലം വരാറായി. മാനസാന്തരപ്പെട്ടോ? കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. ഇന്ന് ഇടുക്കി തണുപ്പായിട്ട് ഞങ്ങളുടെ ഉടുപ്പ് വിയർക്കുന്നു. അങ്ങനെയെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്ത് ചൂട് വരും, പരുക്കൾ വരും. പരുക്കൾ വന്ന് മനുഷ്യൻ ദേഹം പൊട്ടി മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാറായി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? വാതിലുകൾ അടയാറായി. അടുത്തതൂടെ കേൾക്കണം. നിങ്ങളുടെ അടുത്ത പക്കത്തുള്ള വീട്ടുക്കുള്ള കാണിക്കണം. ഞങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്തൻ കാകളത്തെ മുടിഞ്ചാൽ இந்த തണ്ണിയെ കിടക്കക്കൂടാതെ മനുഷ്യർക്കെണ്ണമനുസരിച്ച് തണ്ണി കിടക്കും. അയ്യാ സ്വത്രം. വെള്ളവും അളവ് പ്രകാരം. അത് ആ റേഷൻ കടയിൽ കുപ്പി വെള്ളം ഇപ്പം 10 രൂപയാണ്. ആക്കെ മാറാൻ പോവുക അന്ത്യകാലം. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. വെള്ളവും അളവ് പ്രകാരം. അടുത്തത്, നേരത്തോട് നേരെ നീ അത് കുടിക്കണം. നേരത്തോട് നേരെ അത് കുടിക്കണം. അടുത്തത്, നീ അത് യവദോശ പോലെ തിന്നണം. യവദോശ പോലെ തിന്നണം. ആട്ടിയ മാവും ചപ്പാത്തിയും. അന്ന് മനുഷ്യർ കാണുക. വായിച്ചാട്ട് മക്കളെ. അവർ കാണുക നീ മാനുഷ്യബലമായ കാഷ്ടം, മനുഷ്യന്റെ ബലമായ കാഷ്ടം കത്തിച്ച് അത് ചുടണം. ഈ വാക്കെല്ലാവരും കേൾക്കണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ഹൈറേഞ്ചിൽ അരുമயான ദൈവമക്കളെ 40 നാൾ ഇവിടെ മഴ പെയ്താൽ ഈ മരം കാണും. അയ്യാ 40 നാൾ മഴ പെയ്ത മരം കാണും, മൊത്തവും ദ്രവിച്ചു പോവും. അങ്ങനെയെങ്കിൽ 3-ാം ലോക മഹായുദ്ധം നടന്നാൽ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ആദ്യം തീയിട്ടത് എണ്ണക്കിണറില്ല. സ്തോത്രം. മരം കാണത്തില്ല, എണ്ണക്കിണർ തീയിട്ട വീട്ടിലുള്ള ഗ്യാസും കാണത്തില്ല, മണ്ണെണ്ണയും കാണത്തില്ല. റേഷൻ കടയിൽ നാട്ടിയ മാവ് വരും, കവർ ചപ്പാത്തി വരും. എന്ത് ചെയ്യും? മനുഷ്യൻ്റെ മലം വെയിലത്തിട്ടുണക്കും, അതിൻ്റെ മേൽ ചീനിച്ചട്ടി വെക്കും, പാമോയിലൊഴിച്ച് കത്തിച്ച് ദോശ ചുടുന്ന കാലം ഇവിടെ വരാറായി. കരമുയർത്തുന്നവർക്കായി യോവാൻ സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. പ്രഭാഷണത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക്, ബാക്കി കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മറ്റൊരിക്കൽ ചപ്പാത്തിൽ. ഇന്ന് രാത്രി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു വാക്സിൻ ഉണ്ട്, പോളിയോ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കരമുയർത്തിയാട്ട്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കണ്ടുപിടിച്ചത് ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന ജോൺ ലിറ്റിൽ വാക്സ്. അതുകൊണ്ടാണ് പോളിയോ വാക്സിൻ. അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ വീട്ടിനകത്ത് 5 വയസ്സുള്ളൊരു കുഞ്ഞ് കാല് മുടന്തി കിടക്കുന്നത് കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹല്ലേലൂയ നരേന്ദ്രമോദിയും കേരളത്തിൻ മുതലமைச்சർ അതുപോലെ തമിഴ്നാടിൻ മുതലமைச்சർ സ്റ്റാലിനും കാണുന്നില്ല. അവർ പറയും വാക്സിൻ കൊടുക്കാൻ. അന്ന് വാക്സിൻ എടുക്കാതെ അണ്ണൻ കല്യാണത്തിൽ ബിരിയാണി ചെയ്യാൻ പോയ കർത്താവിനെ കുറ്റം പറയരുത്. സ്വോത്രം. എടുക്കേണ്ടത് എടുത്തോണേ. സ്വോത്രം. അതെന്തിനാ? മനുഷ്യകുലത്തിന് വരാനിരിക്കുന്ന പോളിയോ. എന്നാൽ ഇന്ന് പെരിയാറിൽ മനുഷ്യനൊരു പോളിയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാ പാപം. പാപത്തിന് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ഉണ്ടോ? പാപത്തിന് ഏതെങ്കിലും റേഡിയേഷൻ ഉണ്ടോ? കമ്പം വെട്ടി ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് പറയണത് എനിക്ക് പാപമാ, ആൻറ്റിബയോട്ടിക് തരാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഇന്ന് രാത്രി ബദേൽ പവർ ബസ്സിനകത്ത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിനെ ഞങ്ങൾ ഈ പട്ടണത്തിൽ പരിചയപ്പെടുത്തുന്നു. അതത്ര ആട്ടുംകൂട്ടി വിലയേറിയ രക്തം. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, സകല പാപവും പോക്കി ശുദ്ധി. രാത്രി റോഡിനകത്തോ വീതിക്കകത്തോ തെരുക്കോണിനകത്തോ ആദ്യമായി സുവിശേഷം പ്രസംഗം കേൾക്കുന്നെങ്കിൽ എങ്ങോട്ടും ഓടണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിലെ 2 കള്ളന്മാരുടെ നടുവിൽ ആട്ടിൻകുട്ടി അറക്കപ്പെട്ടെങ്കിൽ ആട്ടിൻകുട്ടിയും രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കും. ഇന്ന് രാത്രി 3-ാമത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ബാക്കി മറ്റൊരിക്കൽ. അഗ്നിപർവ്വതം പൊട്ടും, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഇറങ്ങി വരും. മരണമില്ലാത്ത കാലം. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. ഇതിൻ്റെ പേര് അഗ്നിപർവ്വതം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഇവിടെ സമയം കിട്ടുന്നത് കൊണ്ട് വെളിപ്പാട് 9:2-3 വാക്യങ്ങൾ വായിച്ചിട്ട് മോനെ. അവൻ അഗാധകൂപം തുറന്നു. അഗാധകൂപം. അഗാധകൂപം എന്ന് പറഞ്ഞ ഭൂമിയല്ല, അഗ്നിപർവ്വതം പൊട്ടും. യാർ കേട്ടിരിക്കുന്നത് സുനാമി. സുനാമി കരമുയർത്തല്ല, സുനാമി. കടൽ ഇളകിയതല്ല. പാസന്മാർ അയ്യാ
കടലിളകിയതല്ല. ഇന്തോനേഷ്യയിൽ ഭൂമിക്കടിയിൽ സുമാത്ര എന്ന കടലിടുക്കിൽ 2 അഗ്നിപർവ്വതം പൊട്ടിയതാ, സുനാമി, 3 ലക്ഷം പേർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. 100ഓളം അഗ്നിപർവ്വതങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുക. അഗ്നിപർവ്വതത്തിൻ്റെ താഴെ ലാവയുണ്ട്. ലാവയ്ക്കകത്തുനിന്ന് വെട്ടുക്കിളി ഇറങ്ങി വരും. വെട്ടുക്കിളി വായിച്ചിട്ട് മോനെ. അടുത്തത് അഗാധ കൂപം തുറന്നു. അടുത്തത് ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ, പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ, ഭൂകമ്പത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഹൈറേഞ്ചിലെ ദൈവമക്കൾ കരമുയർത്തണം. അന്ധകാരം ഭൂമിയെയും, ബാക്കി പറയ കൂരിട്ട് ജാതികളെയും മൂടും. സ്തോത്രം. അഗ്നിപർവ്വതം പൊട്ടിയാൽ, പുക കയറിയാൽ പ്ലെയിൻ പോലും പോകത്തില്ല. 40 ദിവസം റഷ്യയിൽ, ഐസ്ലാൻഡിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി ആകാശത്തിൽ മുഴുവൻ പുകയായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനി ഒരു സാധനം വരും. വൈറസ് അല്ല, വായിക്കാം. പുകയിൽ നിന്ന് വായിച്ചിട്ട് മോനെ. പുകയിൽ നിന്ന് വെട്ടുക്കിളി, വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലുള്ള തേളിനുള്ള ശക്തി ലഭിച്ചു. പലരും പറയും പാസ്റ്റർ എന്തോ പ്രസംഗിക്കുന്നതെന്ന്. പുകയിൽ വെട്ടുക്കിളി ഉണ്ടോന്ന്. വെളിനാട്ടിൽ പോയി ആരിക്കുന്നത്? സൗദി, ദുബായ്, കുവൈറ്റ്, വിസയൊന്നും വേണ്ട. അങ്ങനെ പോയി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിയാട്ട്. വെളിനാട്ടിൽ പോയി കൈ ഉയർത്ത് തമ്പി. ദൈവം അനുഗ്രഹിക്കട്ടെ. മണലിനകത്ത് പാമ്പുണ്ടെന്നറിയാമോ? കരം ഉയർത്തിയാട്ട്, നാട്ടുകാർ കാണിട്ട്. മണലുക്കുള്ള പാമ്പരിക്കത് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡാ ഗൾഫിലെ മണൽ പഠിക്കുന്നത്. അതിൻ്റെ അകത്ത് നൂൽവണ്ണമുള്ള പാമ്പ് കിടപ്പുണ്ട്. സ്തോത്രം. മണലുക്കുള്ള. അങ്ങനെയെങ്കിൽ പുകയുടെ അകത്ത് ലാവയെന്ന് വെട്ടുക്കിളി ഇറങ്ങി വരും. വെട്ടുക്കിളിയുടെ തേള്, വാല് തേളിനുള്ളതുപോലെ മുള്ളുണ്ട്. സ്തോത്രം. അടുത്ത വായിച്ചാട്ട് മോനെ, വായിച്ചാട്ട്. അടുത്ത അതിന് ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു. ഭൂമിയിലെ തേളിലുള്ള ശക്തി ലഭിച്ചു. സ്തോത്രം. ദൈവസഭ എടുക്കപ്പെട്ടാൽ മരണമില്ലാത്ത കാലം. നിങ്ങൾ കേട്ടോണേ, മരണമില്ലാത്ത കാലം. നമ്മുടെ പെരിയാറിൽ രാവിലെ 2 അച്ചായന്മാർ ജോയ്സ് ജോർജിൻ്റെ, ഡീൻ കുര്യാക്കോസിൻ്റെ കാര്യം പറഞ്ഞ് കട്ടൻ ചായ അടിക്കുമ്പോൾ ഒരു കിളി പറന്നു വരും. അച്ചായന്മാർ വിചാരിക്കും നല്ല അരുമയാന കിളിയാണ്. ഇത് അരുമയാന കിളിയല്ല, അവൻ്റെ വാല് നല്ലതാ. അച്ചായന്മാർക്ക് ഓരോ കുത്തു കൊടുക്കും. നിലവിളിയാണ് കടയിൽ നിൽക്കുന്നവർ. അപ്പം ഞങ്ങളുടെ ഹൈറേഞ്ചിൽ അവറാച്ചായി രാവിലെ മനോരമ ഇങ്ങനെ ചാരി ചാരി വാർത്ത വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. വായിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അമ്മാമ്മ കാപ്പിയായിട്ട് വരുമ്പോൾ കിളി ഇങ്ങനെ ചാടി വരും. ഉടനെ അമ്മാമ്മ പറയും, പച്ചവെട്ടിൽ വരുവാൻ നമുക്ക് നല്ല കാലം വരാറായെന്ന്. സ്വോത്രം. ലോട്ടറി അടിക്കാറായെന്ന്. എൻ്റെ പൊന്നമ്മാമ്മ, ഇത് പച്ചവെട്ടിലല്ല. അച്ചായനൊരു കുത്ത്, കാപ്പി താഴെ, അമ്മാമ്മയ്ക്കൊരു കുത്ത്. പിന്നെ കല്യാണം കഴിച്ച ജോമോനും ജോമോളും AC ഇട്ട് കിടക്കുക. കതകിൻ്റെ ഇടയ്ക്കൂടെ വാല് കയറ്റി അവർക്കും ഓരോ കുത്ത്. സ്തോത്രം. എല്ലാവനും നിലവിളിക്കും. സ്തോത്രം. ഈ വെട്ടുക്കിളിയുടെ കുത്തേറ്റാൽ മനുഷ്യൻ മരിക്കത്തില്ല. അങ്ങനൊരു കാലം ഇനി സയൻസാ. വായിക്കാം. വെളിപ്പാട് 9:5-6 എഴുതിയെടുക്കണം. നിങ്ങൾ ഇത്ര സമയം കിട്ടുന്നുണ്ടായി പറയുന്നത്. ആരും പറയത്തില്ല. അടുത്ത വാക്ക് വായിക്കാട്ട് പോനെ. അവരെ കൊല്ലുവാനല്ല, അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. കുഞ്ഞുങ്ങളെ, നമുക്ക് കോവിഡ് വന്നപ്പോഴേ 14 ദിവസം കൊണ്ട് നമ്മൾ കോവിഡിനെ ഔട്ടാക്കി. ഇഞ്ചിച്ചാറ്, മഞ്ഞവെള്ളം തൊണ്ടേ കുലുക്കി. പക്ഷെ ഇതിൻ്റെ ഒരു മുള്ള് കൊണ്ടാൽ 5 മാസം അതിവേദനയാണ്. ഒരു ഇഞ്ചക്ഷൻ വെക്കത്തില്ല. അടുത്തത് വായിച്ചാട്ടെ. അക്കാലത്ത് അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന, മനുഷ്യനെ കുത്തുന്ന പോലെ വേദന. ബൈബിള് പഠിക്കണം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. അടുത്ത വാക്ക്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും. അടുത്തത് മരണം കാണുകയില്ല താനും. അവിടെ കേട്ടെ. ഇനി ഒരു കാര്യം കൂടെ കേൾക്കണേ. ഈ തേള് കുത്തും, 5 മാസം വേദനയാണ്. ഉടനെ വിചാരിക്കും വണ്ടിപ്പെരിയാറെ ആറ്റി ചാടാന്ന്, നല്ല വെള്ളമാണ്. അവൻ ചാടിയാലേ ടയർ പൊങ്ങിക്കിടക്കുന്ന പോലെ തല പൊങ്ങിക്കിടക്കും. ക്രോമസോം ഡിവൈഡ് ആവത്തില്ല. എന്നാ വിചാരിക്കും കുട്ടിക്കാലത്ത് പോയി മരത്തെ കയറി തൂങ്ങാന്ന്. മരത്തെ തൂങ്ങിയാൽ തൂക്ക് കെട്ടുമുറുകും. ഫയർഫോഴ്സുകാർ വന്ന് ഇറക്കത്തെ ഉള്ളവൻ ചാവത്തില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ തല വെക്കാമെന്ന് വിചാരിക്കും. ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് തല വെക്കുമ്പോൾ പെരുമ്പാമ്പ് ഒട്ടിപ്പിടിക്കുന്ന പോലെ ക്രോമസോം ഒട്ടിപ്പിടിക്കും. കരമുയർത്തിക്കോണം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. മരണം കാണുകയില്ല താനും. അടുത്ത വാക്ക്. മരിപ്പാൻ കൊതിക്കും. ഇന്ന് ജീവിക്കാനല്ലയോ കൊതിക്കുന്നത്? കരം ഉയരുന്നില്ലല്ലോ.
നെഞ്ചുവേദന വരുമ്പോൾ കാരിത്താസിൽ പോയി 2 ലക്ഷം കൊടുത്ത് പൈപ്പ് മാറ്റിയിടുക 85 അച്ചായി. മക്കളോട് പറയാം 5 കൊല്ലം കൂടെ ജീവിക്കണം. സ്തോത്രം. അന്ന് ഈ അച്ചായന്മാർ പറയും ഞങ്ങൾ മരിക്കാൻ കൊതിക്കുമെന്ന്. സ്തോത്രം. മരണം അവരെ വിട്ടു. വായിച്ചാട്ടെ മോനെ. മരണം അവരെ വിട്ട് ഓടിപ്പോകും. ആ കരം ഉയർത്തിയാട്ടെ ഹൈറേഞ്ചിലെ ദൈവമക്കൾ. ഇനി ഞാനിവിടെ വന്നില്ലെങ്കിലും ഇന്ന് രാത്രി മരണം അവരെ വിട്ട് ഓടിപ്പോകുന്ന കാലം, മരണം കിട്ടാത്ത കാലം, അതിനു മുമ്പ് എൻ്റെ കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇന്ന് രാത്രി അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? വചനം ക്ലിയർ ആക്കിക്കോണം. സ്തോത്രം. അന്ന് ഒരാൾ മാത്രം ഒരു ഓഫർ വെക്കും. പിട്ടാപ്പള്ളിയിൽ ജുവലേഴ്സ് അല്ല, മാളിയേക്കൽ ഇലക്ട്രോണിക്സും അല്ല, അല്ലെങ്കിൽ ബിസ്മി അല്ല ഓഫർ വെക്കുന്ന ശവപ്പെട്ടിക്കാരൻ. സന്തോഷമില്ലല്ലോ. 70% ഓഫർ പെട്ടി വിൽക്കാത്തതുകൊണ്ട് കരം ഉയരുന്നില്ലല്ലോ. ഒറ്റപ്പെട്ടി കച്ചവടം നടക്കാത്ത കാലം. 5 മാസം ശവപ്പെട്ടി. ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി ഡൈമുക്കേ മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ പോവാ. നോഗയുടെ പെട്ടകത്തെ പറ്റി എത്ര പേർക്കറിയാം? നോഗയുടെ പെട്ടകത്തിന് 7 അടിസ്ഥാന ഉപദേശം ഉണ്ടായിരുന്നു. 1 കോപ്പർ മരം, 2 300 മുഴം, 3 50 മുഴം, 4 30 മുഴം, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. ആ പെട്ടകം ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ അനേക പ്രതികൂലങ്ങളിൽ കടന്നെങ്കിലും അവസാനം ആ പെട്ടകത്തെ ആരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ഹൈറേഞ്ചിന്റെ മണ്ണിനകത്ത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് കർത്തൃമേശയിൽ നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ സ്വർഗീയ ആരാരാത്ത് ഇവിടെ ഒഴുങ്ങാൻ കാലമായി. നാളെ ഒരു രാത്രി കൂടെ യോഗമുള്ളൂ. ഇന്ന് രാത്രി ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടോണം. മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുത്തോണം. നാളേക്ക് കാത്തു നിൽക്കരുത്. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം. അരുമയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അവർ 67 വയസ്സ്. ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പരിചയം. അവരുടെ ആഗ്രഹം എന്തായിരുന്നറിയുമോ? കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ. 67-ാമത്തെ വയസ്സിൽ കോടിയേരിയും പോയി. ഇവിടുത്തെ ഉന്നതനായാലും പണ്ഡിതനായാലും പാമരനായാലും രാഷ്ട്രീയക്കാരനായാലും മണിയാശാനായാലും രാജേന്ദ്ര സഖാവായാലും ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയും. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശയുണ്ട്. കപ്പക്കാലെ മരിച്ചാലും കവലെ മരിച്ചാലും കമ്പോളത്തിൽ മരിച്ചാലും വണ്ടിക്കകത്ത് കുഴഞ്ഞാലും സ്റ്റേജിനകത്ത് കുഴഞ്ഞാലും മരണത്തിനപ്പുറം കല്ലറയ്ക്കപ്പുറത്ത് ലാസറിന്റെ മുൻപിലേക്ക് വന്ന ഗംഭീര നാദം ഞങ്ങളെ ചേർക്കുവാൻ വരാറായി. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി അവഗണിക്കരുത്. ശൗൽ നല്ലൊരു രാജാവായിരുന്നു. കഴുതയെ അന്വേഷിച്ച് പോയ ശൗൽ എന്തോ ഇതെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് എന്ത് ചെയ്തു? ദാവീദിനെതിരെ കുന്ത പറഞ്ഞു. പല പ്രാവശ്യവും കുന്ത പറഞ്ഞപ്പോൾ ദാവീദ് സ്വർഗത്തോട് പറഞ്ഞവന് മറുപടി കൊടുക്കാം. ഉടനെ സ്വർഗം പറഞ്ഞ് നീ മറുപടി കൊടുക്കണ്ട, അവൻ്റെ കുന്തം കൊണ്ട് മറുപടി കൊടുക്കും. എല്ലാവരും ശ്രദ്ധിക്കണം. അവൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു യോനാഥാൻ. അവർ 2 പേരും വിട്ട് എവിടെ പോയെന്നറിയാമോ? ഗിൽബോറ പർവ്വത നിലയിൽ. ഹൈറേഞ്ചിലെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. യോനാഥാൻ പാവപ്പെട്ട ഒരു കൊച്ചായിരുന്നു. പക്ഷേ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നവൻ്റെ പള്ളക്കകത്ത് ശത്രു കുന്തം കയറ്റി. സ്വോത്രം. ശൗൽ ആരായിരുന്നു? മകൻ മരിച്ച കണ്ടപ്പോൾ ദാവീദിനെ എറിഞ്ഞ കുന്തം അവൻ്റെ പള്ളയ്ക്കും കയറി. സ്വോത്രം. അപ്പനും മകനും തീർന്നു. എന്നാൽ തിരുവചനത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കോരഹ് മക്കൾ. ഹൈറേഞ്ച് മക്കൾക്ക് തെരിയുമാ? കോരഹിൻ പുത്രന്മാർ. എന്താ? ദൈവസഭയ്ക്കെതിരെ പോരാട്ടം. ദാദാൻ, അബീരാം, കോരഹ്. അവർ 3 പേരും പള്ളിക്കെതിരെ, ചർച്ചയ്ക്കെതിരെ പോരാട്ടം. കുളന്തകൾ പറഞ്ഞു അയ്യാ അപ്പ പള്ളിക്കെതിരെ പോരാട്ടമേ വേണ്ട. കുഞ്ഞുങ്ങളോട് അപ്പന്മാർ പറഞ്ഞു മാറി നിൽക്കാൻ. കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലില്ല. ഹൈറേഞ്ച് മക്കൾ കാണും. പള്ളിയോടും വചനത്തോടും മറുതലിച്ചപ്പോൾ ദാദാൻ, അബീരാം, കോരഹ് ഭൂമി പിളർന്നു, അവരെ വിഴുങ്ങിക്കളഞ്ഞു കരമുയർത്തുന്നവർക്കായി. എന്നാൽ അപ്പൻ്റെ പാരമ്പര്യം വിട്ട് 2 പിഞ്ചു കുളന്തകൾ കോരഹ് മക്കൾ പറഞ്ഞു ചർച്ചയ്ക്കുള്ള ബോധകർ നങ്ക കേട്ടിയില്ലെങ്കിലോ വാതൊക്കെ നിന്ന് അപ്പാവുക്ക് സ്തുതി പാടുക, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ അകത്തെ സങ്കീർത്തനം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രിയിൽ വഴിയിൽ വെച്ച് നീ പാട്ടുപോകാതിരിപ്പാ പുത്രനായ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ചുംബിപ്പീൻ. വചനം ഏറ്റെടുക്കുന്നവർക്കായി
ഈ രാത്രി എൻ്റെ പ്രിയൻ വന്നാൽ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്ത് മരണം, കുടില് കെട്ടിയാലും മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കണം. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താ അതിൻ്റെ പ്രത്യേകത? അമേരിക്കയിലെ സഹോദരിമാർ, തായെ തകർപ്പരെ തങ്കച്ചി குழந்தை வாலிபரே, இந்த மாதிரி ஒரு செய்தியை உங்கள் கேட்குது. 2 நாட்களா இந்த மனத்தை கடினப்படுத்தாது. எங்கேயோ உங்க உட்காது இருக்குது, அங்க இருக்கின்ற பக்கத்து இயேசுவப்பாவை விழிச்சு உங்க பாவத்தை மறுசெய்தியாய் ആട്ടിൻകുട്ടിയും രക്തത്താൽ ഈ രാത്രി ഒന്ന് കഴുകണമെന്ന് പറയുന്ന ഒരു കൂട്ടത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വാർത്തെടുക്കട്ടെ. അമേരിക്കയിൽ വന്ന് ഏറ്റവും വലിയ ക്യാൻസർ സയൻറ്റിസ്റ്റ്, മരുത്വാമല ഏറ്റവും വലിയ ഡോക്ടർ ആരായിരുന്നോ, ഡോക്ടർ മാർക്ക്. അദ്ദേഹത്തിന് കാലിഫോർണിയയിൽ നിന്ന് പിറ്റേന്ന് ഒരു കോൺഫറൻസ് ഉണ്ട്, ഡാലസ്. വൈകിട്ട് 5:30 എയർപോർട്ടിൽ വന്ന് കാലിഫോർണിയ എയർപോർട്ട് അടച്ചിരിക്കുന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹെവി വിൻഡ്, വലിയ കാറ്റ്, എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ 24 hours. അമ്മമാരെല്ലാം ഇത് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, എയർപോർട്ട് മാനേജർ അടുത്ത് എന്ന് പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ അമേരിക്കയിലെ മരുത്വാമലൈ വലിയ ഡോക്ടർ, എനിക്ക് പ്ലെയിൻ വിട്ട് തരണം. അപ്പോൾ അവർ പറഞ്ഞു, പ്ലെയിൻ വിടാൻ കൂടെ മുടിയാതെ, നിങ്ങൾക്ക് ഈ അടുത്ത സ്റ്റേറ്റിൽ പോകണമെങ്കിൽ കാർ എടുത്ത് പോകാൻ പറഞ്ഞു. ഡോക്ടർ ചൂടായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്ലെയിൻ എനിക്ക് വേണ്ട. അവൻ പുറത്തിറങ്ങി വാടകയ്ക്ക് ഒരു കാർ എടുത്തു. 6 മണിക്ക് ഓട്ടം തുടങ്ങി. 10 മണിയായപ്പോൾ இந்த டைக்முக்கு மாதிரி பார்டர்லத்தி அங்கே டீயே சாப்பாடை ஒன்றும் கிடைக்காது. அவனுக்குள்ள பரதாகம் எடுக்குது. அங்கே போக பக்கத்தில் ஒரு சிறிய வில்லாவை கண்டு 2 லைட்டே அங்கே இருக்குது. அங்கே கார் ஊத்து, அங்கே நின்றுட்டு காலிம்பல்ல போட்டிருக்குது. ஒரு சிஸ்டர் வந்திருக்குது. டாக்டர் பேசி இருக்குது, மை நைம் இஸ் மார்க், என் பேர் வந்து மார்க். டாக்டர் வந்து പറഞ്ഞില്ല, സിസ്റ്റർ തണുപ്പ് வந்து കൂടിയാச்சு, ഒരു ടീ போடுமோ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഒക്കാറയ്യാ 5 മിനിറ്റുക്കുള്ള ടീ போடும். അവർ അകത്തേക്ക് പോയി എന്താ ചെയ്ത, 2 മിനിറ്റുക്കുള്ള തണ്ണിയെ ഉച്ച തണ്ണിയെ വെച്ച് ചൂടാക്കി അകത്ത മുറിക്കകത്ത് പോയി ഉൻ പിള്ളയെ കൈയോട് ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. യേശുപ്പാ നമ്മ പ്രാർത്ഥന കേക്ക്. ഡോക്ടർ മാർക്കിനെ നമ്മൾ കാണും. ഡോക്ടറുടെ അകം തെറ്റിപ്പോയി. അവളെന്താ പറയുന്നത്, 3 മിനിറ്റ് കഴിഞ്ഞ് കാപ്പി കൊണ്ട് കൊടുത്തു. കാപ്പി കുടിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നാ നിങ്ങ പ്രോബ്ലം? അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കുന്നത്, എங்கே ഒരു പിള്ളை இருக்குது, 5 வயசு இருக்குது, 3வது வயசு அவனுக்கு கேன்சர், அடுத்த நாட்டுக்குள்ள ஒரு டாக்டர் இருக்குது, போகக்கூட பைச முடியாது, நான் தெய்வத்தோடு பிரார்த்திக்குது. அவன் பேர் டாக்டர் மார்க். டாக்டர் പറഞ്ഞു, இங்க பைபிள் இருக்குது தங்கச்சி, பைபிளை கொண்டு வரான் പറഞ്ഞു. അവർ താൻ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, നീ ഉണ്മയാണ് തേടുന്ന ഡോക്ടർ മാർക്കാ നിൻ മുൻപിൽ இருக்குது. അന്നേരം ഡോക്ടർ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടുക്കുള്ള വന്നപ്പോൾ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്തത്, എന്താ കാർ വന്ന് ഉങ്ങളുടെ വീട്ടു മുറ്റത്ത് ആക്യുറേറ്റായി ചവിട്ടി നിർത്തണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ബിക്കോസ് ഹീസ് അലൈവ്. ഇന്ന് രാത്രി തായെ തകർപ്പരെ തങ്കച്ചിയെ കാറ്റ് കാണുകയില്ല, മഴ കാണ മുടിയാതെ, എന്നാൽ നീ താഴ്വരെ നിൻ കണ്ണീരെ വെട്ടിയാൽ അതുക്കുള്ള നിറവ് പകരുവോ. ഇന്ന് രാത്രി ഡോക്ടർ മാർക്കിന്റെ കാറ് വീട്ടിൻ മുറ്റത്തെത്തിയതുപോലെ 2024 നിൻ പ്രാർത്ഥന വിഷയത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരുപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക.